നമസ്കാരം. ലോകസാഹിത്യത്തിൽ നമ്മൾ എന്നൊരു ചർച്ചയ്ക്കാണ് നമ്മൾ തുടക്കമിടുന്നത്. അടുത്ത 45 മിനിറ്റ് ലോകസാഹിത്യത്തിലെ മലയാളത്തിൻ്റെ സ്റ്റേറ്റസ് എന്താണ് എന്ന് ഈ മൂന്ന് പേരും കൂടെ ചേർന്ന് ഒരു തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ലോകസാഹിത്യത്തിൽ നമ്മൾ എന്നൊരു ടൈറ്റിൽ തന്നെ അത് കുറച്ച് ഓപ്പണായിട്ട് കുറച്ച് വേഗമായിട്ടുള്ളൊരു ടൈറ്റിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊന്ന് എന്താണ് അതിൻ്റെ ഒരു സാധ്യതകൾ, എന്താണ് ഒരു ചർച്ചയ്ക്കുള്ളൊരു സാധ്യതകളെന്നോ ചർച്ചയ്ക്കുള്ള സാധ്യതകളും ചില പോയിന്റ്സും തുറന്നു വെക്കുക എന്നോ മാത്രമേ എന്ന ദൗത്യം മാത്രമേ എനിക്ക് തൽക്കാലം ഇവിടെയുള്ളൂ. അപ്പോൾ ലോകസാഹിത്യം എന്ന് പറയുന്ന എന്താണ് എന്ന ഒരു ഡെഫിനേഷൻ, ലോകസാഹിത്യത്തെക്കുറിച്ച്, ലോകസാഹിത്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പല രാഷ്ട്രങ്ങളിലുള്ള സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ആകത്തുകയാണോ ലോകസാഹിത്യം എന്നൊരു ചോദ്യം നമുക്ക് ഉണ്ടായെന്ന് വരാം. അപ്പം എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള സാഹിത്യം എല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു ചുറ്റുപാടിനെയാണോ നമ്മൾ ലോകസാഹിത്യം എന്ന് പറയുന്നത്, അതോ ഏതെങ്കിലും ഒരു പ്രാദേശിക സാഹിത്യം, വളരെ മികവ് പുലർത്തുന്ന ഏതെങ്കിലും പ്രാദേശിക സാഹിത്യത്തിലെ കൃതി അത് ആ രാജ്യത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും അതിരുകൾ കടന്നുകൊണ്ട് പുറത്തേക്ക് എത്തുകയും പല പരിഭാഷകൾ കൊണ്ടും പല പുരസ്കാരങ്ങൾ കൊണ്ടും മറ്റു രാജ്യങ്ങളിലേക്ക് എത്തി ആ കൃതിയും എഴുത്തുകാരനും ആ ഭാഷയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നതുകൂടി ആ പറഞ്ഞ സാഹിത്യകൃതി, ആ പറഞ്ഞ സാഹിത്യകൃതി ലോകസാഹിത്യത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയർന്നു എന്ന് പറയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അതാണോ ലോകസാഹിത്യം? അങ്ങനെയുള്ള ചില ധാരണകളുടെ ബലത്തിലും ധാരണകളുടെ പിന്തുണയോടും കൂടിയായിരിക്കും ഈ ചർച്ച മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ കരുതുന്നു. അപ്പം പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഏത് ഭാഷയാണെങ്കിലും അത് ലോകസാഹിത്യമാണ് എന്ന് നമുക്ക് ലോകസാഹിത്യത്തിൻ്റെ ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് നമുക്കതിന് ഒരു ട്രാൻസ്ലേഷൻ്റെ ആവശ്യമുണ്ട്, അതിന് ഒരു തർജ്ജമയുടെ ആവശ്യമുണ്ട്. തർജ്ജമയോട് കൂടി തന്നെ മാത്രമേ നമുക്ക് മറ്റു ഭാഷകളിലുള്ളവർക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ, അപ്പം വായിക്കാൻ കഴിയുകയുള്ളൂ. അപ്പം ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ, ഇപ്പം വരുന്ന വഴിക്ക് സംസാരിക്കുമ്പോൾ ഞാനും ശ്രീ സുധീറും സംസാരിക്കുമ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസവും 100 Years Solitude ഒരു താരതമ്യം നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഞാനതിൻ്റെ രണ്ടിൻ്റെയും കമ്പയർ ചെയ്ത് കൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. രണ്ട് തരത്തിലുള്ള നോവൽ കൃതികളാണ്. ഞാനൊന്നും അതിനെ തുലനം ചെയ്യാനോ അല്ലെങ്കിൽ അത് രണ്ടിനെയും താരതമ്യം ചെയ്യാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ രണ്ടും ഏതാണ്ട് ഒരേ കാലത്ത്, ഏതാണ്ട് 2 കൊല്ലത്തെ വ്യത്യാസത്തിനുണ്ട്. എനിക്ക് 100 Years Solitude 1967 ഖസാക്കിൻ്റെ ഇതിഹാസം 1969 പ്രസിദ്ധീകരിച്ചത്. പക്ഷേ 100 Years Solitude ഗ്രിഗറി റബാസയുടെ ട്രാൻസ്ലേഷൻ 1970 തന്നെ പുറത്തു വന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്. എന്നാലും ആ മൂലകൃതി പുറത്തിറങ്ങിയിട്ട് അധികം വൈകാതെ തന്നെ ട്രാൻസ്ലേഷനും വന്നു. പിന്നീട് ഉണ്ടായത് ചരിത്രമാണ്. പിന്നീട് മറ്റു പല ഭാഷകളിലേക്ക്, ഏകദേശം 50ഓളം ഭാഷകളിലേക്ക്, 45-46 ഭാഷകളിലേക്ക് 100 Years Solitude ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ലോകമൊട്ടാകെ മാർക്കേസ് പ്രഭാവം ഉണ്ടാവുകയും മാർക്കേസ് മറ്റൊരു മലയാളി എഴുത്തുകാരനായി, NS മാധവൻ പറയുന്ന പോലെ മറ്റൊരു മലയാളി എഴുത്തുകാരനായി മാറുകയാണ് ചെയ്തത്. അതേസമയം നമ്മൾ ഇവിടെ നമ്മുടെ ഭാഷയിലെ ഒരു പ്രധാനപ്പെട്ട കൃതിയായി എപ്പോഴും പരിഗണിക്കുന്ന, അല്ലെങ്കിൽ മലയാള സാഹിത്യത്തെ തന്നെ രണ്ടായി വിഭജിക്കുന്നുവെന്ന് നിരൂപകർ പോലും അവകാശപ്പെടുന്ന ഖസാക്കിൻ്റെ ഇതിഹാസം 1969 ഇറങ്ങിയിട്ടും അതിനൊരു ട്രാൻസ്ലേഷൻ, പൂർണ്ണമായ തരത്തിലുള്ള ട്രാൻസ്ലേഷൻ പുറത്ത് വന്നിട്ടില്ല. OB വിജയൻ തന്നെ അതിൻ്റെ ട്രാൻസ്ലേഷൻ ലെജൻസ് ഓഫ് ഖസാക്ക് പുറത്തിറങ്ങിയത് 1994 അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മുടെ ക്ലാസിക്കുകളെന്ന് നമ്മൾ കരുതുന്ന കൃതികൾക്ക് തന്നെ അത്തരത്തിലുള്ള ട്രാൻസ്ലേഷൻ്റെ അഭാവം മൂലം മറ്റു രാഷ്ട്രങ്ങളിലുള്ള, മറ്റു രാജ്യങ്ങളിലുള്ള, മറ്റു ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള ഒരു കാരണം കൂടിയാണ്. ഇപ്പോൾ കയറിൻ്റെ ട്രാൻസ്ലേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ബഷീറിൻ്റെ ട്രാൻസ്ലേഷനെ കുറിച്ചോ ഒന്നും നമ്മളൊരു പരിമിതമായ ചുറ്റുവട്ടത്തിൽ മാത്രമേ സംസാരിക്കുന്നു ഉള്ളെങ്കിലും അത് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയെ അത് വെട്ടിച്ചുരുക്കപ്പെടുകയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ലോകസാഹിത്യ ഭൂപടത്തിൽ നമ്മുടെ മികച്ച കൃതികളെ തന്നെ എന്ന് ഞാൻ അടിവരായിട്ട് പറയുന്നു, നമ്മുടെ മികച്ച കൃതികളെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്നതിൽ ട്രാൻസ്ലേഷൻ്റെ അല്ലെങ്കിൽ പരിഭാഷയുടെ പങ്കിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഈ ചർച്ച തുടങ്ങി വെക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ശ്രീ EV ഫാത്തിമയെ ക്ഷണിക്കുകയാണ്. എന്നെ തന്നെ ആദ്യം വേണോ?
ആ, കാരണം ആശാ മലയാളത്തിലേക്ക് ഒരുപാട് കൃതികൾ വന്നിട്ടുണ്ടെങ്കിലും ലോക സാഹിത്യം എന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ പല ഭാഗത്ത് ലോകത്ത് നമ്മൾ 7000-ൽ പരം ലോകത്തിലുള്ള 7000-ൽ പരം ഭാഷകളെക്കുറിച്ചാണ്, അത്ര തന്നെ വൈവിധ്യമാർന്ന സാഹിത്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ അപ്പോൾ ഞാനൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന എന്തായാലും ഒരു ആംഗ്ലോഫോൺ ഇതിലെയാണ്, ഒരു ആംഗ്ലോഫോൺ വേൾഡിലുള്ള ട്രാൻസ്ലേഷൻ പോകുന്നത്. പലപ്പോഴും നമ്മൾ ട്രാൻസ്ലേറ്റർ എന്നുള്ള രീതിയിൽ പലപ്പോഴും അഭിമുഖീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പലപ്പോഴും ആളുകൾ വളരെ ഹോപ്പ്ഫുള്ളായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്നുള്ളത് കടൽ കടത്തുന്നവർ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ബോർഡേഴ്സ് കടത്തുന്നവർ, അത് നമ്മൾ ലോക സാഹിത്യത്തിൽ അടയാളപ്പെടുത്താൻ പോവാണ്. അങ്ങനെ ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ട്രാൻസ്ലേറ്റർ എന്നുള്ള നിലയിൽ എനിക്കത്ര ആശാവഹമായിട്ടുള്ള അല്ല തോന്നുന്നത്. മെല്ലെ പതിയെ പതിയെ ഉണ്ടായിട്ടുണ്ട്. മുമ്പ് അശ്വതികർ MT പുറത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പുറത്തുണ്ടോ? പലപ്പോഴും നമ്മളിവിടെ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ ട്രാൻസ്ലേഷൻസ്, ഒരുപാട് ട്രാൻസ്ലേഷൻസ്, പ്രത്യേകിച്ചും മലയാളത്തിൽ ഇപ്പോൾ ഒരു 90കളുടെ അവസാനം മുതൽ ഒരുപാട് ട്രാൻസ്ലേഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ തുരുതുരാ ട്രാൻസ്ലേഷൻസ്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു മറ്റൊരു വശം എന്ന് പറയുന്നത്, ഒരു നല്ല വശം എന്ന് ഞാൻ കരുതുന്നത്, പിന്നെ ഇംഗ്ലീഷ് റീഡേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് ഒരു ടെക്സ്റ്റിൻ്റെ ലൈഫ്. അതിൻ്റെ കൂടെ അത്ര തന്നെ മറ്റ് ഭാഷകളിലേക്കും ഇന്ത്യൻ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപാട് ട്രാൻസ്ലേഷൻസ് വരുന്നുണ്ട് വീണ്ടും. മുമ്പ് സാഹിത്യ അക്കാദമിയുടെയും ബുക്ക് ട്രസ്റ്റിൻ്റെയും കാലത്ത് ഒരുപാട് ട്രാൻസ്ലേഷൻസ് ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ട്രാൻസ്ലേഷൻസ് നടന്നിരുന്നു. പിന്നെ അതൊന്ന് മെല്ലെ പോയി. മെല്ലെ പോയി ഒരു ഇന്ത്യൻ റൈറ്റിംഗ് ഇപ്പോൾ പുറത്തുള്ളവർക്ക് കാണുന്നത് ഇന്ത്യൻ റൈറ്റിംഗ് എന്ന് അവർ കണക്കാക്കുന്നത് ഇംഗ്ലീഷിൽ എഴുതുന്ന ഇന്ത്യൻ സാഹിത്യം എന്ന് അവർ പറയുന്നത്, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സാധനത്തിനാണ് കാണുന്നത്. ഇപ്പോൾ ആരും പ്രത്യേകിച്ചും ബുക്കറിൻ്റെ ഒരു പരിവേഷം ഉണ്ടായിരുന്നത് കൊണ്ടും 90കൾ ഇങ്ങോട്ട് മുതൽ നമ്മൾ അങ്ങനെയാണ് അതിനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോഴാണ് മെല്ലെ ട്രാൻസ്ലേഷൻസ്, മലയാളത്തിൽ നിന്നുള്ള ട്രാൻസ്ലേഷൻസ് മെല്ലെ പോകുന്നത്. ഒന്നോ രണ്ടോ ആഷർ പബ്ലിഷ് ചെയ്തതുകൊണ്ട്, ആഷർ എഡിൻബറ യൂണിവേഴ്സിറ്റി ആണോ പബ്ലിഷ് ചെയ്തതെന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട്. ആഷർ എഡിൻബറ ലൊക്കേഷനൊക്കെ ഇതിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സമയം എടുക്കേണ്ട പറയണേ. ലൊക്കേഷൻ എവിടെയാണ് നിങ്ങൾ ട്രാൻസ്ലേറ്റർ ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്, എവിടെ നിന്നാണ് നിങ്ങൾ എവിടെയാണ് ഇത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഗ്ലോബൽ റീച്ചും ഫ്ലോവും, നമ്മളെ ഒരു ഗ്ലോബൽ ഫ്ലോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം പൊതുവേ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യുന്നത് ഒന്നിക്കിൽ ഇന്ത്യൻ എഡീഷൻ, അല്ലെങ്കിൽ മാക്സിമം വന്നാൽ സൗത്ത് ഏഷ്യൻ എഡീഷൻ, അത്രേ പോകുന്നുള്ളൂ. അപ്പോൾ ഈ സൗത്ത് ഏഷ്യൻ എഡീഷനിൽ പബ്ലിഷ് ചെയ്ത സാധനങ്ങൾ പലപ്പോഴും പുറത്തുള്ള ഇപ്പം നമ്മൾ ട്രാൻസ്ലേഷനിൽ പ്രത്യേകിച്ചും അവാർഡുകളുടെ നിർണ്ണയത്തിനൊന്നുമല്ല, ട്രാൻസ്ലേഷൻ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ട്രാൻസ്ലേഷൻ ശ്രദ്ധിക്കപ്പെടേണ്ടതുകൊണ്ട്, കാരണം ശ്രദ്ധിക്കപ്പെടലാണല്ലോ, റിവ്യൂ ചെയ്യപ്പെടണം, ആളുകളിൽ എത്തണം, ഇങ്ങനെ പുസ്തകങ്ങൾ ഉണ്ടെന്ന് അറിയണം. ഇപ്പം നമ്മൾ രാഹുലും ഞാൻ സംസാരിച്ചിട്ടേ ഉള്ളൂ, 2024 പെൻഹൈം ട്രാൻസ്ലേഷൻ ഗ്രാൻറ്റ് കിട്ടിയ വൃന്ദവർമ്മയുടെ ട്രാൻസ്ലേഷൻ, അത് പെൻഹൈം ട്രാൻസ്ലേഷൻ ഗ്രാൻറ്റ് എന്ന് പറയുന്ന വലിയ പേരുള്ള സാധനമാണ്. എന്നിട്ട് പോലും അതൊന്നും പബ്ലിഷ് അതിനെ പറ്റിയിട്ടൊന്നും ഒരു പബ്ലിഷിങ് ഇതൊന്നും വന്നേ ഇല്ല, അതിനെപ്പറ്റി ഒരു ചർച്ച പോലും വന്നില്ല എന്നുള്ളതൊക്കെയാണ് ഇതിൽ സങ്കടകരമായിട്ടുള്ള സാധനം. അതൊരു വലിയൊരു അവാർഡാണ്, വലിയൊരു അംഗീകാരമാണ്. പക്ഷെ എന്നിട്ട് പോലും അതൊന്നും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടേ ഇല്ല. വേണമെങ്കിൽ ചിലപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അതിലപ്പുറം വലിയ ചർച്ചയൊന്നോ പത്രവാർത്തയായോ ഒന്നും വന്നില്ല. അപ്പോൾ ഈ ട്രാൻസ്ലേഷനിൽ എത്ര ശ്രദ്ധ കിട്ടുന്നതാണ്, അവാർഡിലൂടെ ആണെങ്കിലോ ഗ്രാൻറ്റിലൂടെ ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും റിവ്യൂയുടെ ആണെങ്കിലോ, അതൊക്കെ നെസസറി ആണെന്ന് കരുതുന്ന ഒരാളാണ് ട്രാൻസ്ലേറ്റർ എന്നുള്ള നിലയിൽ. കാരണം അതിനെ പുഷ് ചെയ്യാൻ ആളില്ലല്ലോ. ബിയോണ്ട് കേരള അതിനെ പുഷ് ചെയ്യണമെങ്കിൽ എന്തായാലും ഇങ്ങനെയൊക്കെ പോയാൽ, അതുകൊണ്ട് തന്നെയാണ് പബ്ലിഷറിന് ട്രാൻസ്ലേറ്റർ വെറും ട്രാൻസ്ലേറ്റർ മാത്രമല്ല, പലപ്പോഴും ഇംഗ്ലീഷിലുള്ള അങ്ങനെയാണ്, നമ്മൾ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്, പ്രൊമോഷണൽ ലിറ്ററേച്ചർ ചെയ്യേണ്ടത്, നമ്മളാണ് സ്കൗട്ട് ചെയ്യേണ്ടത്, നമ്മളാണ് ഇത് പിച്ച് ചെയ്യേണ്ടത്, അത് പബ്ലിഷറുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, പിച്ച് ചെയ്യേണ്ടത് ട്രാൻസ്ലേറ്റേഴ്സാണ്. ട്രാൻസ്ലേറ്റേഴ്സ് തന്നെയാണ് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ, പാരാ ലിറ്ററേച്ചർ എന്നൊക്കെ പറയുന്ന സാധനങ്ങളല്ലോ, അതൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട. എല്ലാ രീതിയിലും ഒരു പ്രൊമോഷൻ എന്നുള്ള റിവ്യൂ ചെയ്യാനും, പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ തീരുന്നില്ല, അവിടെ ഓത്തറിൻ്റെ കൂടെ തന്നെ പ്രൊമോഷണൽ മെറ്റീരിയൽ ഉണ്ടാക്കാനും പിന്നീട് അങ്ങോട്ട് അതിനെ പുഷ് ചെയ്യാനും നമ്മൾ തന്നെ ട്രാൻസ്ലേറ്റേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് പ്രൈസോ എന്ത് ഇതോ കിട്ടുകയാണെങ്കിൽ, ശ്രദ്ധ കിട്ടുകയാണെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇരിക്കുകയാണ്. ഈ പെൻഹൈം ട്രാൻസ്ലേഷനെ കുറിച്ചൊന്നും ഒരു ബസ് പോലും നമ്മൾ കേൾക്കാതിരുന്നത്. ആശാ വഹല്ല എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ,
ഇനി അങ്ങോട്ട് വേണമെങ്കിൽ ആവും. കാരണം നമ്മൾ ഈ ആരാണ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്, എവിടെയുള്ള ലൊക്കേഷനിൽ, ഇതൊക്കെ സിമെട്രി ഉണ്ട്. ഏത് ഭാഷ, ഇന്ത്യയിൽ തന്നെ ഏത് ഭാഷകളിൽ നിന്നാണ് ഏറ്റവും അധികം US-ലോ UK ലോ യൂറോപ്പിലോ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നോക്കിയാൽ കൃത്യമായി അറിയാം അത് ഏത് ഭാഷയാണോ ഈ ലാംഗ്വേജ്, ഇന്ത്യൻ ലാംഗ്വേജസ് ഹെജ്മണിയിൽ എവിടെയാണോ മേലെ നിന്നത്, അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് എത്ര പുറത്തുണ്ട് എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ടാണ്, എത്ര പ്രതിനിധാനം ഉണ്ട് ആ ഭാഷയ്ക്ക് എന്നുള്ളതിനൊക്കെ അനുസരിച്ചാണ് പുറത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആഷറിന് നമ്മൾ പറഞ്ഞു, ആഷറിൻ്റെ ഉണ്ട്. ആഷർ അവിടെ ആയിരുന്നു, ലൊക്കേഷൻ അവിടെ ആയിരുന്നത്, വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും അത്. പിന്നീട് ഇപ്പോൾ ജയശ്രീ കളത്തിൻ്റെ നോവലുകളാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത പരിഭാഷകളാണ് UK പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അടുത്ത് ഞാനും ജയശ്രീയും കൂടിയുള്ള ഏതോ ഒരു ടോക്കിന് വേണ്ടി ജയശ്രീ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ ജയശ്രീ എന്നോട് പറഞ്ഞത് സുഭാഷിൻ്റെ പുസ്തകം വന്നത് പ്രിഫസ്റ്റ് മാൻ ഞാൻ ആദ്യം ചെയ്ത ഡെബ്യൂവിൽ വന്നത് 2016-ലാണ്. പക്ഷേ 2019 അതിനൊരു US എഡിഷൻ വന്നിട്ടുണ്ട്. നമ്മളൊന്നും അറിയില്ല, എനിക്കോടില്ല സുഭാഷിനും അറിയുമെന്ന് അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ജയശ്രീ പറയുമ്പോൾ ഇങ്ങനെ ഒരു US എഡിഷൻ ഉണ്ട് എന്ന് പോലും അറിയുന്നത്. അപ്പോൾ അങ്ങനെ പലതിനും നമ്മളിപ്പോൾ നമ്മളുടെ പുസ്തകങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ അതിൽ പല പ്രശ്നങ്ങളുണ്ട്. ആരാണ് കമ്മീഷൻ എഡിറ്റേഴ്സ്, പുറത്ത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ കമ്മീഷൻ എഡിറ്റേഴ്സ് വേണം. ഈ കമ്മീഷനിങ് എഡിറ്റേഴ്സിന് ഇത് വായിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന ടെക്സസുകാരെന്നുള്ള രീതിയിൽ. അപ്പോൾ അദ്ദേഹം ഒരു ട്രാൻസ്ലേഷൻ, മുകുന്ദേട്ടൻ്റെ ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, മുകുന്ദൻ്റെ, അതും അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എണ്ണാം, അത്ര പുസ്തകങ്ങൾ വന്നിട്ടുള്ളൂ. ഞാൻ അതേസമയം കന്നഡ നമ്മളുടെ ലിംഗ്വിസ്റ്റിക് ഹെജുമണിയിൽ നിൽക്കുന്ന, നമ്മളുടെ ലാംഗ്വേജ് ഇതിൻ്റെ ലാഡറിൽ മേലെ നിൽക്കുന്ന തമിഴ്, ഒരു കാലത്ത് തമിഴിൽ ഒരുപാട് ട്രാൻസ്ലേഷൻസ് പുറത്ത് പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. പുറത്ത് പിന്നെ ബംഗാളി, പിന്നെ കന്നഡ ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഹിന്ദി, ഉറുദു കുറച്ച് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെയും അസിമെട്രി ഉണ്ട്. നമ്മളുടെ ലാംഗ്വേജിനകത്ത് തന്നെ അസിമെട്രി ഉണ്ട്. മലയാളമൊക്കെ ഇപ്പോൾ വന്ന ന്യൂ എൻട്രൻറ്റുകളാണ് മലയാളം ട്രാൻസ്ലേഷൻസ് എന്നുള്ളത്. അപ്പോൾ ഭാവി എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ പബ്ലിഷേഴ്സും എനിക്ക് തോന്നുന്നു ആ പ്രതീക്ഷയിലായിരിക്കും. നാളെ ചിലപ്പോൾ ഒന്നൊന്നങ്ങ് കടന്നുപോയാലോ, ഒന്നൊരു ശ്രദ്ധിക്കപ്പോൾ ടൂംബ് ഓഫ് സ്റ്റോൺ ശ്രദ്ധിക്കപ്പെട്ടതുപോലെ ഒരു പുസ്തകം ശ്രദ്ധിക്കപ്പെട്ട സ്ലോലി മേ ബി പുറത്തുള്ള മാർക്കറ്റുകളും ഓപ്പൺ അപ്പ് ചെയ്യും. ട്രാൻസ്ലേഷൻ തന്നെ സത്യം, ട്രാൻസ്ലേഷൻസ് വർക്ക് തന്നെ 3% ഇപ്പം 5.5% ആയിട്ടുള്ളൂ. എത്ര ട്രാൻസ്ലേറ്റഡ് പുസ്തകങ്ങൾ പുറത്ത് വിൽക്കപ്പെടുന്നുണ്ട് എന്ന് ചോദിച്ചാൽ, അല്ലെ പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ചോദിച്ചാൽ, നീൽസൺ സർവേ പ്രകാരവും എല്ലാ സർവേ എടുത്തു നോക്കുകയാണെങ്കിലും 3% മുതൽ 2018 3% ഉണ്ടായിരുന്നത് ഇപ്പം കുറച്ച് കൂടിയിട്ട് 5.5, ഇപ്പം ഈ ലേറ്റസ്റ്റ് 24 ഫിഗർ എന്ന് പറയുന്നത് 12%. യൂറോപ്പിലെ UK 5.5 അത്ര പുസ്തകങ്ങളെ ആകെ പബ്ലിഷ് ചെയ്യുന്നതിൽ 5.5% മാത്രമേ ട്രാൻസ്ലേഷൻസ് ഉള്ളൂ. പക്ഷെ അതിൽ ഏറ്റവും ആശാവഹമായ സംഗതി എന്ന് പറയുന്നത് ഇത് വായിക്കുന്നത് ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും 25 മുതൽ 35 വരെയുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ട്രാൻസ്ലേഷൻ വായിക്കുന്നത്. 60 മുതൽ 80 വരെയുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാർ, ആ ഏജ് ബ്രാക്കറ്റിലുള്ള ആൾക്കാർ പുസ്തകം വാങ്ങുന്നതിന് മുൻപിലാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുസ്തകം അപ്പേ അവർ വാങ്ങുന്നുള്ളൂ അത്രേ. ഇപ്പോൾ റിട്ടയർമെൻറ്റ് പ്രോജക്റ്റ് പോലെയാണോ എന്ന് എനിക്കറിയില്ല. റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് വായിക്കുന്നതാണ്. പക്ഷേ അതിലൊന്നും ട്രാൻസ്ലേഷൻ ഇല്ല. ട്രാൻസ്ലേഷൻ പക്ഷേ നന്നായി ചെറിയ കുട്ടികൾ വായിക്കുന്നുണ്ട്. ഇപ്പം ട്രാൻസ്ലേഷനെ കുറിച്ചിട്ട് ഞാൻ ട്രാൻസ്ലേഷൻ ഒരു ഉപാധി എന്ന നിലയ്ക്ക് ലിറ്ററേച്ചറിനെ മറ്റു ഭാഷകളിലേക്ക് എത്തിക്കാനുള്ള, ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഒരു മീഡിയം, ഒരു ട്രാൻസ്ലേഷൻ ഒരു മീഡിയമായിട്ട് പ്രവർത്തിക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പം സംസാരിച്ചത്. അപ്പം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ചില വിവരങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നു. ഇപ്പം പറഞ്ഞ പോലെ പെൻ അമേരിക്കൻ ഗ്രാൻഡ് കിട്ടിയ ഒരു അലിംഗം എന്ന് പറഞ്ഞ പുതിയൊരു നോവലിനാണ് അത് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇവിടെ തന്നെ കോഴിക്കോട് തന്നെയുള്ള ഒരു പരിഭാഷകയാണ് അത് ചെയ്തിരിക്കുന്നതും. നമ്മൾ പക്ഷേ വലിയ വാർത്താ പ്രാധാന്യം കൊടുത്തിട്ടില്ല ആ വാർത്തയ്ക്ക്. അതുപോലെ ഇപ്പം പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പോൾ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇന്ത്യ എന്ന സബ് കോണ്ടിനെൻ്റ്, ഇന്ത്യൻ ഒരു നാഷണൽ എന്ന നിലയ്ക്ക് ഇന്ത്യയെ നോക്കി കാണുകയാണെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഇംഗ്ലീഷ് ആയിരിക്കും ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന രീതിയിൽ പുറത്തേക്ക് വരിക. പെട്ടെന്ന് അമിതാഭ് ഘോഷ് അല്ലെങ്കിൽ അരുന്ധതി റോയ് പോലത്തെ പേരുകൾ വരുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഉള്ള പ്രാദേശിക ഭാഷയിൽ, ഇപ്പം മലയാളമായാലും തമിഴായാലും എല്ലാം ബംഗാളി ആയാലും എല്ലാം ഇവർക്ക് ഒരു സാധ്യത എങ്ങനെയാണ്? ഇപ്പം ബഹുസ്വരമായ പല ഭാഷകൾ അടങ്ങിയൊരു രാജ്യം, ഒരു വൈവിധ്യമാർന്ന ഒരു സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യം നിറഞ്ഞൊരു രാജ്യത്ത് ഒരു പ്രാദേശിക ഭാഷയിൽ എഴുതുമ്പോൾ അതിന് ലോകത്തിന് ഒത്തുള്ള നിലവാരം പുലർത്താൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കാറുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിൽ സമകാല ലോക സാഹിത്യവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒട്ടും മോശമല്ലാത്ത രചനകൾ മലയാളത്തിൽ ഉണ്ടാവുമ്പോഴും അല്ലെങ്കിൽ ഉണ്ടാകാനിരിക്കുമ്പോഴും
അതിന് ഒരു മറ്റൊരു വായനാ വിപണി എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റ് എന്ന നിലയിൽ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ആലോചനകൾ എന്തെല്ലാം എന്നാണ് എനിക്ക് സന്തോഷ് കുമാറിനോട് ചോദിക്കാനുള്ളത്. സുധീർ കൂടി സംസാരിച്ചതിന് ശേഷം സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇതിൻ്റെ ഈ ആദ്യത്തെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്, അത് എത്രമാത്രം ഞാനിപ്പോൾ എന്ത് സംസാരിക്കുന്നത് ഇതിലിപ്പോൾ ഏക ഫിക്ഷൻ എഴുതുന്ന ഒരാൾ ഞാനെന്നുള്ള നിലയ്ക്ക് അനുകൂലമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ സ്വയം ഉയർത്തി പറയുന്ന പോലെ തോന്നാൻ സാധ്യതയുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ചില നിരീക്ഷണം ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഞാൻ പറയാം. ഈ സാഹിത്യത്തിൻ്റെ കാര്യം മാത്രം വരുമ്പോഴാണ് നമ്മൾ ഈ ലോക സാഹിത്യം എന്ന് പറയുന്നത്. ലോകഭക്ഷണം എന്ന് പറയുന്നൊരു സംഭവമില്ല. അതുപോലെ സാഹിത്യം ഇപ്പം ഞാൻ മുമ്പ് പറയാറുണ്ട്, ലോക മുതല എന്ന് പറയാൻ നോക്കിയാൽ ലോക മുതലയിൽ കേരളത്തിലെ മുതലകളും കൂടി വരേണ്ടതാണ്. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹിത്യം വരുമ്പോൾ ഈ നമ്മുടെ മലയാളത്തിൽ വരുന്ന അല്ലെങ്കിൽ പരമാവധി ഇന്ത്യയിൽ വരുന്ന സാധനങ്ങളെ കംപ്ലീറ്റ് ഒഴിവാക്കുകയും പിന്നെ അതിനുശേഷം മറ്റുള്ള ഭാഷകളിൽ നിന്നുള്ള രചനകളെ നമ്മൾ എടുത്ത് പരിശോധിക്കുകയും ചെയ്തു. ആ രചനകൾ വരുന്നതിൻ്റെ രീതി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നോർവീജിയൻ ഭാഷ എന്ന് പറയുന്നതിൽ 2-3 നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ഒരു ഭാഷയാണ്. അതിൽ 55 ലക്ഷം ജനങ്ങളുള്ളൂ. നമ്മൾ 3.5 കോടി ജനമുണ്ട് മലയാളത്തിൽ. തമിഴിൽ 8-9 കോടി, അല്ലെങ്കിൽ പുറത്തൊക്കെ കൂടി ഒരു 10-12 കോടി ജനമുണ്ട്. ഈ ഭാഷകൾ ഇത്രയും 6,000 ഭാഷകളിൽ നിന്ന് ഓരോ സമയത്തും വരുന്ന രചനകളെ ഇങ്ങനെ അരിച്ചരിച്ച് ഫിൽട്ടർ ചെയ്ത് വളരെ സൂക്ഷ്മമായിട്ട് കൊണ്ടുവന്നിട്ട് ആണ് ഈ ലോക വിപണിയിലേക്ക് എത്തുന്നത്. ട്രാൻസ്ലേഷനിലേക്ക് വരാൻ തന്നെ ഒരു ഫിൽറ്ററിങ് ഉണ്ടായിരിക്കും സാധാരണ ട്രാൻസ്ലേറ്റേഴ്സ് തിരഞ്ഞെടുക്കുന്നത്. അത് കഴിഞ്ഞ് ഈ പ്രസാധകരെ കണ്ടെത്തുന്നതിലൊരു കാര്യം ഉണ്ടായിരിക്കും, മികച്ച അവാർഡുകൾ കിട്ടുന്നതിലുണ്ടോ. ഇതെല്ലാം കഴിഞ്ഞ് അനേക അരിപ്പകളിലൂടെ കടന്നതിന് ശേഷമാണ് ഈ ലോക സാഹിത്യം എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നത്. അത് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടൊരു നിലവാരം തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ 60കളിൽ ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ ബൂം സംഭവിക്കുന്ന കാലത്ത് മിക്കവാറും എഴുത്തുകാർ, ലാറ്റിൻ അമേരിക്കയിലുള്ള മിക്കവാറും എഴുത്തുകാർ പുറത്ത് താമസിക്കുകയായിരുന്നു. ഫ്രാൻസിലും ജർമ്മനിയിലൊക്കെ താമസിക്കുകയായിരുന്നു. ഇവരൊന്നും ആരും അറിയായിരുന്നില്ല. വളരെ ശ്രദ്ധയോടുകൂടി അവർ പല സ്ഥലത്ത് നിന്ന് ജീവിക്കുകയും പല സ്ഥലത്ത് നിന്ന് അവരുടെ ഭാഷയിൽ സ്വന്തം രാജ്യത്തല്ല സ്വന്തം ഭാഷയിലാണ് അവർ ജീവിച്ചതെന്ന് പറയാറുണ്ട്. അവർ വിദേശത്തൊക്കെ താമസിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള സ്പാനിഷിൽ എഴുതാൻ പറ്റുകയും അങ്ങനെ ഒരു ബൂം വന്ന് കിട്ടുകയും ചെയ്യും. 1-2 നൊബേൽ സമ്മാനം കിട്ടിയപ്പോഴാണ് ഇത് കയറി വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ നമുക്കുണ്ട്. ഞാനൊരു കാര്യം പറയാം. 1907 മുതൽ 17 വർഷത്തോളം മലയാളത്തിലുണ്ടായ അല്ലെങ്കിൽ സജീവമായി എഴുതിയ ഒരു കവിയുടെ പേര് കുമാരനാശാൻ എന്നുള്ളതാണ്. കുമാരനാശാൻ വലിയ മഹാകവി തന്നെയായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു പക്ഷേ ലോകത്തിലെ ഏത് കവിയുടെ ഒപ്പം പിടിച്ചു നിൽക്കാവുന്ന അല്ലെങ്കിൽ അതിനെ മറികടക്കാവുന്ന ഒരു കവിയാണ് കുമാരനാശാൻ. കുമാരനാശാനെ നമുക്ക് തർജ്ജമ ചെയ്തിട്ട് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുമാരനാശാനെ മാത്രമല്ല, ഇപ്പോൾ വയലോപ്പിള്ളിയോ ഇടശ്ശേരി അങ്ങനെയുള്ള നമ്മുടെ വലിയ മഹാകവികളെന്ന് നമ്മൾ വിളിക്കുന്ന ഈ കവികളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവന്ന് അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഇവർ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ, അവർ അവതരിപ്പിക്കുന്ന ആശയങ്ങളൊക്കെ മറ്റ് ഒരു സാംസ്കാരിക പരിസരത്ത് നിലനിൽക്കുമെന്നുള്ള കാര്യം കൂടി നോക്കണം. ഇപ്പം ഖസാക്കിൻ്റെ ഇതിഹാസം വരുന്നു. ഖസാക്കിൻ്റെ ഇതിഹാസം വിജയൻ തന്നെ തർജ്ജമ ചെയ്ത് പുറത്ത് നമ്മൾ വളരെ ആഘോഷിച്ചൊരു പുസ്തകമാണ്. അത് കേരളത്തിന് വെളിയിൽ പോലും പലർക്കും ഇത് മനസ്സിലായിട്ടില്ല എന്ന് വേണം വിചാരിക്കാനായിട്ട്. അത് കേരളത്തിൻ്റെ ഉള്ളിൽ മാത്രം നിൽക്കുന്ന ഒരു സംഭവമായിട്ട് മാറി. അതിപ്പോൾ എന്തെങ്കിലും അതുകൊണ്ട് ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് വല്ല ഇടിവും സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് എൻ്റെ അഭിപ്രായം. ഈ സാംസ്കാരിക പരിസരത്ത് നിൽക്കുന്നു, നമുക്കവിടെ റീച്ച് കിട്ടുന്നില്ല. ഒരു പക്ഷേ മലയാളത്തിൽ നിന്ന് പോകുന്ന ഒരു രചന ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുകയും അവാർഡ് കിട്ടുകയും വിറ്റുപോവുകയൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ ഖസാക്കാവില്ല, വേറൊരു രചനയോ. അതിൻ്റെ അർത്ഥം ഈ പറയുന്ന രചന ഖസാക്കിനെ മറികടന്നു എന്നുള്ള രീതിയിലായിരിക്കില്ല. ഇപ്പോൾ കയർ എന്ന് പറയുന്ന ഒരു നോവൽ വളരെ ബൃഹത്തായിട്ടുള്ള നോവലാണ്. വളരെ മലയാളത്തിൻ്റെ അന്തരീക്ഷത്തിൽ വന്ന് നോക്കുകയാണെങ്കിൽ ഒരു 1-2 നൂറ്റാണ്ടിലെ ഭൂമിയുടെ അവകാശത്തെ പറ്റി ചർച്ച ചെയ്യുന്ന വളരെ മഹത്തായ നോവലാണ് ഞാൻ വിചാരിക്കുന്നു. ആ നോവല് ഒരു സമൂഹത്തിനത് മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പം അല്ല. അത് കൊണ്ടുവരാനായിട്ട് സാധ്യതകൾ കുറവാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പല രചനകളും മുന്നോട്ട് പോകാതിരിക്കുകയും എന്നാൽ അത്ര തന്നെ ഒരുപക്ഷെ ശ്രേഷ്ഠമല്ലാത്ത പല രചനകളും മുന്നിൽ പോയി. മലയാളം മാത്രമല്ല, പുറത്ത് ഇപ്പോൾ തമിഴിൽ സംസാരിച്ച് നോക്കൂ. തമിഴിൽ കിട്ടുന്ന പുറത്ത് വരുന്ന ഏറ്റവും മികച്ച രചന ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാലോചിക്കാൻ പറ്റും. ഞാൻ പേര് പറയുന്നില്ല. പക്ഷെ തമിഴിൽ സാധാരണ പ്രധാനപ്പെട്ട എഴുത്തുകാരോടോ വായനക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ രചനയിൽ വരുന്നത് ആ പുസ്തകമായിരിക്കില്ല, വേറെ ചില കാര്യങ്ങളുണ്ടായിരിക്കും. അത് ചിലപ്പോൾ തമിഴിൽ മാത്രം നിൽക്കാവുന്ന, അതിൻ്റെ പരിസരത്ത് മാത്രം നിൽക്കാവുന്ന ചില സാഹിത്യ അന്തരീക്ഷം അതിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ രുചികളാണല്ലോ. ഞാൻ
ഒരു ബാലസാഹിത്യകൃതി എഴുതിയിട്ടുണ്ട്. പക്ഷികൾ നിറങ്ങളെക്കുറിച്ച് തർക്കിക്കുന്നു എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ചെറിയൊരു പുസ്തകമാണ്. അതിൽ ഇങ്ങനെയുള്ള സൗന്ദര്യത്തിൻ്റെ ഈ സബ്ജക്റ്റിവിറ്റിയെ പറ്റിയാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ രുചികൾ നമുക്കറിയാം, നമ്മുടെ മലയാളത്തിൽ കേരളത്തിലെ രുചികൾ നമുക്ക് വളരെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു ലോകത്തിലെ രുചിയായിട്ട് തട്ടി വെച്ച് നോക്കാൻ അതത്ര എളുപ്പമല്ല. കേരളത്തിലെ ഒരു പാചകക്രമം കൊണ്ട് ലോകത്തിൽ ചിലത് രക്ഷപ്പെട്ടേക്കും. ലണ്ടനിൽ ഇഡ്ഡലി വളരെ പോപ്പുലറാണെന്ന് പറയുന്നുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ. ലണ്ടൻകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി ഉപേക്ഷിക്കുമോ? ഈ ഒരു സംഭവം ഇല്ല. അത് തന്നെയാണ് സാഹിത്യത്തിൻ്റെ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞാനിതിനെ ന്യൂനീകരിച്ച് പറയല്ല, പക്ഷെ അതിലൊരു വിഷയമുണ്ട്. ഒരു പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു രചനയായിരിക്കും പിൽക്കാലത്ത് കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷകളിൽ നിന്നും മുന്നോട്ട് വരാനുള്ള സാധ്യതയാണ്. അത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു തരത്തിലുള്ള രചനയായിരിക്കും. നമുക്ക് ചിലപ്പോൾ നമ്മളെ പോലെയുള്ള ഈ ട്രഡീഷണൽ വായനക്കാർക്ക് അത് ദഹിച്ചു എന്നും വരില്ല, ഈ രചന അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് എപ്പോഴും എഴുത്തിൽ. ഇപ്പോൾ ലോകത്തിലെ വലിയ സാഹിത്യം നമ്മൾ പറയുന്നില്ല, തീർച്ചയായിട്ടും വലിയ സാഹിത്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരിപ്പകളിലൂടെ കടന്നു വന്നിട്ടുള്ള സാഹിത്യമാണ്. അത് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള നിലവാരം അതിലുണ്ടാവും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ മലയാളികൾ വളരെ ആഘോഷത്തോടെ വിചാരിച്ചിട്ടുള്ള ആരോഗ്യ നികേതനം പോലത്തെ രചന, അല്ലെങ്കിൽ യയാതി പോലത്തെ രചന, ഇതിന് എവിടെ ഇന്ത്യയിലേക്ക് പുറത്ത് എവിടെയാണ് ഒരു മാർക്കറ്റ് ഉള്ളത്? ഈ പറഞ്ഞിട്ടുള്ള ഹിന്ദിയിലോ ബംഗാളിയിലോ പോലും അത്ര വലിയ മാർക്കറ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവിടെ കേരളത്തിൽ വിറ്റുപോകുന്ന പോലെ അതുപോലെ സംഭവിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഇതുണ്ട്. അപ്പോൾ നമ്മൾ മറ്റൊരു ഭാഷയിൽ പോയി അംഗീകരിക്കപ്പെട്ടാൽ മാത്രമേ അതൊരു ലോക സാഹിത്യമാകൂ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല എന്ന് എൻ്റെ തോന്നൽ. നമ്മൾ മലയാളികൾ ലോക മനുഷ്യർ തന്നെയാണ്, ലോകമനുഷ്യരായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോശപ്പെട്ട ആളുകളൊന്നുമല്ല, സായിപ്പിനെ മാത്രമാണ് നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ അർത്ഥം ഇപ്പോൾ വേറെ വലിയ മഹത്തായിട്ടുള്ള രചനകളെ നമ്മൾ താഴ്ത്തിക്കിട്ടില്ല. നമ്മൾ അതുകൊണ്ട് അതിൻ്റെ ഒരു മാനദണ്ഡം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഓരോ ഭാഷ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഷയിലും പരിമിതമായ എണ്ണം രചനകൾ തന്നെയാണ് ഈ പറഞ്ഞ ലോക നിലവാരം എന്ന് പറയുന്ന, അങ്ങനെ വിവക്ഷിക്കപ്പെടുന്ന രചനയിൽ വരുന്നുണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇംഗ്ലീഷ് ചിലപ്പോൾ കൂടുതലുണ്ടായി, കാരണം ഇംഗ്ലീഷ് ഒരു വലിയ കൊളോണിയൽ ഭാഷയായിട്ട് മാറി അതിൻ്റെ റീച്ച് വളരെ കൂടുതലായതുകൊണ്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു പ്രതിസന്ധി തോന്നുന്നില്ല. തീർച്ചയായിട്ടും പുറത്തുള്ള സാഹിത്യം വായിക്കണം, നമുക്കത് എവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതൊക്കെ നല്ലതാണ്. കേരളത്തിന് വെളിയിൽ പോയില്ലെങ്കിൽ ഞാനൊരു മോശക്കാരനാണ് എന്ന് എനിക്ക് തോന്നാറില്ല. ഞാൻ ഫാത്തിമയോട് പലപ്പോഴും പറയാറുണ്ട്. അത് ഒരു മുന്തിരിങ്ങ പുളിക്കാത്ത വിഷയമല്ല, അതൊന്നും അല്ല. കാരണം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഇന്ത്യയിലെങ്കിലും മലയാളിയുടെ അത്ര വലിയ മികച്ച വായനക്കാരെ കണ്ടെത്തിയിട്ടില്ല. ഉണ്ടാവാം, വളരെ പോക്കറ്റുകളിലൊക്കെ ഉണ്ടാവും. വിദേശങ്ങളിൽ പലപ്പോഴും അക്കാഡമിക് സർക്കിളിലാണ് ഈ വായന നടക്കുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിൻപുറത്തെ പോലെ വായനശാലകളിലും ചെറിയ ചെറിയ പോക്കറ്റുകളിലുള്ള വായനയുടെ എണ്ണം വളരെ പരിമിതമാണ്. അതിപ്പോൾ ഏത് കാര്യം നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയുള്ള ഈ ഒരു ആഘോഷം കേരളത്തിലെ നാട്ടിൻപുറത്തുകളിൽ ഇപ്പോൾ പഞ്ചായത്ത് തോറും ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെന്ന് തന്നെ എൻ്റെ പരിമിതമായ അറിവ്, എൻ്റെ സർക്കിളിൽ നിന്നൊക്കെയുള്ള എൻ്റെ ഒരു അനുഭവം. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരു വേവലാതിപ്പെടുന്നില്ല. തീർച്ചയായിട്ടും നല്ല സാഹിത്യം വായിക്കുകയും അതിനെ വെച്ച് നമ്മൾ മുന്നേറാൻ ശ്രമിക്കുകയും വേണമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതിനകത്ത് സന്തോഷ് പറഞ്ഞ ഒരു കാര്യത്തിൽ, സന്തോഷ് പറയുന്നത് മലയാളത്തിൽ മലയാളത്തിൽ എഴുതുന്ന ഒരാളെന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ മലയാളത്തിൽ നല്ല പുസ്തകങ്ങൾ ലോകത്തുള്ള എല്ലായിടത്തും ലഭ്യമാവണമെന്നോ, ലോകത്തുള്ള എല്ലാവരുടെയും രുചി അതിനനുസരിച്ച് മാറണമെന്നോ ഇല്ല. അതിനനുസരിച്ച് അതുകൊണ്ട് നമ്മൾ വേവലാതിപ്പെടേണ്ട എന്നാണ് പറയുന്നത്. എങ്കിലും നമ്മൾ പ്രധാനമായിട്ടും ഒരു ലോകമനുഷ്യൻ്റെ കാര്യം പറഞ്ഞു. ഒരു ലോകമനുഷ്യൻ എന്ന നിലയ്ക്ക് ലോക സാഹിത്യത്തെക്കുറിച്ച് നോക്കുന്ന വേളയിൽ അയാൾക്ക് ചില മാനദണ്ഡങ്ങളുണ്ടാവും. ആ ക്രൈറ്റീരിയ അനുസരിച്ചായിരിക്കും അയാൾ പുസ്തകങ്ങളെ അളക്കുന്നത്. അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും ചില സമ്മാനങ്ങളും ചില പുരസ്കാരങ്ങളും എല്ലാം അതിനകത്ത് പെടുകയും ചെയ്യും. ഇപ്പം ഉദാഹരണമായിട്ട് നോബൽ സമ്മാനം അല്ലെങ്കിൽ ബുക്കർ സമ്മാനം കിട്ടുന്ന കൃതികൾ ഇപ്പം ഏഷ്യയിൽ നിന്ന് തന്നെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ബുക്കറിൻ്റെയൊക്കെ ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസിൻ്റെയൊക്കെ ലോങ് ലിസ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഏഷ്യയിൽ നിന്ന് വരുന്നത് ഒന്നുകിൽ ജാപ്പനീസ് ലിറ്ററേച്ചറോ അല്ലെങ്കിൽ കൊറിയൻ ലിറ്ററേച്ചറോ ആയിരിക്കും. അതിന് മറ്റു പല രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടാവാം, അത് ഞാൻ നിഷേധിക്കുന്നില്ല. അത് എഴുത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സർഗാത്മക പ്രക്രിയയുടെ മാത്രം ഔട്ട്കമാണെന്ന് ഞാൻ കരുതുന്നുമില്ല. അതിന് വേറെ തരത്തിലുള്ള സാംസ്കാരിക രാഷ്ട്രീയ പരിച്ഛേദങ്ങൾ അതിന് സഹായകമായിരുന്നിരിക്കാം. എന്നാലും ഇപ്പോൾ ചൈനയിൽ നിന്നും അല്ലെങ്കിൽ ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നും വരുന്ന പുസ്തകങ്ങളുടെ
നീണ്ട നിര തന്നെ കഴിഞ്ഞ ഏതാനും വർഷത്തെ ബുക്കർ ഇൻ്റർനാഷണലിൻ്റെയൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമ്മാനങ്ങളുടെ ലോങ് ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റും ഒക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ബുക്കർ കിട്ടിയവർക്ക് താരതമ്യേന നോബൽ കിട്ടാനുള്ള സാധ്യതയും കുറവൊന്നുമല്ല. അപ്പം നമുക്കറിയാം ഓൾഗ ടോക്കർച്ചിക്കിനെ പോലത്തെ ആൾക്കാരെല്ലാം അങ്ങനെ വന്നവരാണ്. അപ്പം ഇത്തരത്തിൽ എനിക്ക് ശ്രീ സുധീറിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വായനക്കാരൻ എന്ന നിലയിലും പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്കും അതിന് ഉപരിയായിട്ടൊരു പുസ്തക വിപണിയെക്കുറിച്ചിട്ട് ഇത്രയും അറിവുള്ള ഒരാളെന്ന നിലയ്ക്കും ഈ പുസ്തകങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ നിന്ന് പുസ്തകങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ആ പുസ്തകങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്? ഇപ്പോൾ ഇന്ത്യയിൽ, ഇപ്പോൾ സൗത്ത് ഏഷ്യയിൽ മാത്രമാണോ അത് ലഭ്യമാവുക, അല്ലെങ്കിൽ ലോകമെമ്പാടും അത് ലഭ്യമായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന മറ്റേതെങ്കിലും രാജ്യത്ത് ഉള്ളവർക്ക് നമ്മുടെ സാഹിത്യത്തെ അവരെങ്ങനെയാണ് പരിചയപ്പെടുക? അതിനുള്ള സാധ്യതകൾ എന്താണ്? അപ്പോൾ അങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ലോക സാഹിത്യത്തിൽ നമ്മുടെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാവുമോ? ഇത്തരം ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകളാണ് ഞാൻ സുധീറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. പക്ഷേ നമ്മൾ സത്യത്തിൽ ഈ വിഷയത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നത്തെ കൈകാര്യം ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ സന്തോഷ് കുമാറിൻ്റെ കൃതികൾ മികച്ചതാണെന്ന് മലയാളിക്ക് തോന്നണം. അല്ലെങ്കിൽ ഒ വി വിജയൻ്റെ കൃതികൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്, അല്ലെങ്കിൽ എം ടി വാസുദേവൻ നായരുടെ കൃതികൾ പ്രധാനപ്പെട്ടതാണ്. അതിനപ്പുറത്തേക്ക് മലയാളിയുടെ സാംസ്കാരിക പരിസരത്ത് ഇല്ലാത്ത മനുഷ്യർക്ക് അവിടെയുള്ള വായനക്കാർ ഇവരെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനം. അവിടെയാണ് ലോകത്തിൻ്റെ വായനാ ഭൂപടത്തിൽ മലയാളിയുടെ ഭാവനാവിലാസങ്ങൾ എവിടെയെങ്കിലും എത്തപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അതിൻ്റെ പ്രതിസന്ധികൾ എന്താണ് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അപ്പം ഞാൻ ഇന്ന് രാവിലെ ബൾഗേറിയൻ റൈറ്റർ ഗോർഗി ഗുസ്പദോവുമായിട്ട് സംസാരിക്കുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അയാൾ കഴിഞ്ഞ ഇവിടെ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അയാൾ മലയാള സാഹിത്യത്തെക്കുറിച്ച് പഠിക്കാനും അതിനെ മനസ്സിലാക്കാനും ശ്രമിച്ചു. നിർഭാഗ്യവശാൽ അയാൾക്ക് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഇൻ്റർനാഷണൽ ഏതെങ്കിലും, ഇപ്പം ന്യൂയോർക്ക് ടൈംസിൻ്റെ ബുക്ക് റിവ്യൂ എടുത്ത് നോക്കിക്കാൻ നിങ്ങൾക്ക് ആകെ കിട്ടുന്ന ഒരു മലയാളി എഴുത്തുകാരുടെ പേര് കമലദാസ് എന്നുള്ളത് മാത്രമാണ്. അവരുടെ മരിച്ച സമയത്ത് മറ്റുള്ളൊരു ചെറിയ ഒബിച്ചുറി വന്നിട്ടുണ്ട്. ഇപ്പോൾ എം ടി വാസുദേവൻ നായർ മരിച്ചപ്പം ലോകം വളരെ വിശാലമായി, എല്ലാ കാര്യങ്ങളും ലോകത്തെ മുഴുവൻ കമ്മ്യൂണിക്കേഷനിലൂടെ നടക്കുന്നൊരു സംഭവമാണ്. പക്ഷേ എം ടിയുടെ മരണം റിപ്പോർട്ട് ചെയ്ത ഏക ഇൻ്റർനാഷണൽ മാരിക BBC മാത്രമാണ്. സോ നമ്മുടെ പ്രസൻസ് ലോകത്തിൻ്റെ വായനാ സമൂഹത്തിൻ്റെ മുന്നിൽ എങ്ങനെ എന്നുള്ളതാണ്. നമുക്കിപ്പോൾ സാംസ്കാരികമായ പ്രശ്നങ്ങളുണ്ട്, വായനാ അനുഭവം നമുക്ക് സ്വീകാര്യമല്ലാത്ത കൃതികളുണ്ട് എന്നുള്ളതൊക്കെ സന്തോഷം പറഞ്ഞതുപോലെ ശരിയായിരിക്കാം. പക്ഷേ സന്തോഷം ഞാനും വായിക്കുന്ന വിദേശ കൃതികളിൽ പലതും നമ്മുടെ സംസ്കാരമായിട്ട് ചേരാത്തതോ നമ്മുടെ വായനാ സ്വഭാവമായിട്ടോ നമ്മുടെ ആസ്വാദന രീതിയായിട്ടോ നമ്മുടെ ഭാവുകത്വമായിട്ടോ ഒന്നും ചേരുന്നതൊന്നും അല്ലെന്നേ. അതിനപ്പുറം അതിനെ ഉൾക്കൊള്ളാനും അതിനെ ലോകവായനയിൽ എത്തിക്കാനുമുള്ള ചില സാധ്യതകൾ ആ കൃതിയിൽ അടങ്ങിയിരിപ്പുണ്ട്. അതൊരു മൗലികതയുടെ പ്രശ്നമാണ്. ആ മൗലികതയിൽ മലയാള സാഹിത്യം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ മൗലികത ഉണ്ട് എന്നുള്ള ചർച്ചയിൽ നമുക്ക് ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം മൗലികത എന്ന് പറയുന്നത് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് നമുക്കൊരു കുഞ്ഞിനെ ഉണ്ടാക്കാം. ആ കുഞ്ഞ് എങ്ങനെ കുഞ്ഞാവണം എന്നുള്ളത് അതിൻ്റെ ജനിതകമായ കാരണം. അതുപോലെ നമ്മുടെ കൃതി എന്ന് പറയുന്നത്, നമ്മുടെ എഴുത്തുകാരുണ്ടാക്കുന്ന കൃതികൾ അത്തരത്തിലുള്ള ലോകവായനയിൽ സജീവ സാന്നിധ്യമായി നിലനിൽക്കാനുള്ള മൗലികത്വം ഉള്ളവയാണോ എന്നുള്ളതാണ് ചോദ്യം. വിശ്വസാഹിത്യകാരൻ എന്ന് നമ്മൾ പലരെയും പറയുന്നുണ്ട്. അവിടെ രാജ്യത്തിൻ്റെ അതിർവരമ്പുകളൊന്നുമില്ല. വിശ്വസാഹിത്യകാരൻ എന്ന് പറഞ്ഞ് വിശേഷിക്കപ്പെടുന്നവർ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു വളരെ തുച്ഛമായ ആളുകൾ സംസാരിക്കുന്ന ഭാഷയിലുള്ള എഴുത്തുകാരനുണ്ട് അവിടെ. ആരും അറിയാത്ത, പരിഭാഷകളിലൂടെ പോലും അറിയാത്ത എഴുത്തുകാരുള്ള ഭാഷയുണ്ട്. ഫാത്തിമ പറഞ്ഞ പരിഭാഷയുടെ പ്രശ്നം ഒരുപക്ഷെ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ ആൾക്ക് കിട്ടിയ ഒരു സാധ്യത എന്ന് പറയുന്നത് മറ്റു ഒരു രാജ്യത്തെ എഴുത്തുകാരനും കിട്ടിക്കാനില്ല. ആഷറിനെ പോലെ വലിയ ഒരു അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ പരിഭാഷകനും മലയാള പണ്ഡിതനുമൊക്കെ ആഷറാണത് പരിഭാഷപ്പെടുത്തിയത്. യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നു, പെൻഗിൻ പബ്ലിഷ് ചെയ്യുന്നു, പക്ഷെ എത്തിയില്ല ലോകത്തിൻ്റെ വായനയിൽ. നിർഭാഗ്യവശാൽ ബഷീർ എവിടെയും വായിക്കപ്പെട്ടില്ല. വിജയൻ്റെ പരിഭാഷയിലൂടെ പോലും ലോകത്തിൻ്റെ എത്തിയില്ല. വിജയൻ അറിയാമായിരുന്നു. ഞാൻ ഏറ്റവും തൊട്ട് മുമ്പ് നമ്മൾ എം ടി വാസുദേവൻ നായരെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു ഈ സെഷനിൽ. ഞാൻ എം ടിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എം ടി ലോക സാഹിത്യത്തിൻ്റെ സകല 20-ാം നൂറ്റാണ്ട് അദ്ദേഹം ജീവിക്കുന്ന കാലഘട്ടം വരെയുള്ള ലോക സാഹിത്യത്തിൻ്റെ സാഹിത്യാനുഭവങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിച്ചൊരു വായനക്കാരൻ കൂടിയാണ് അദ്ദേഹം. ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ കൃതികളോ മലയാളത്തിൻ്റെ കൃതികളോ ലോക സാഹിത്യ നിലവാരത്തിൽ, ലോക സാഹിത്യത്തിൻ്റെ ഭാഗമാണ് മലയാള സാഹിത്യം, അതിൽ സംശയമൊന്നുമില്ല. ഈ പ്രതിനിധാനം നിങ്ങൾ എവിടെയാണ് നിലകൊള്ളുന്നുള്ള പ്രശ്നം. അത് ഏത് സാഹിത്യത്തെക്കുറിച്ചും ചോദ്യം ചെയ്യാം. നമ്മൾ മലയാള സാഹിത്യം സംസാരിക്കുമ്പോൾ നമ്മളെന്തോ കുറഞ്ഞു പോയോ എന്നുള്ളൊരു ആശങ്കയോടെ അല്ല സംസാരിക്കേണ്ടത്. അതിനകത്തൊരു പ്രശ്നമുണ്ട്.
അത് പരിഭാഷയുടെ മാത്രം പ്രശ്നമല്ല, ഉപകരണത്തിൻ്റെ പ്രശ്നമല്ല. മറ്റൊന്ന് കാര്യം കൂടി, ഇന്ന് പോട്ടെ 1990 വരെ ഈ പറഞ്ഞ പ്രതിസന്ധികളെല്ലാം ഉണ്ട്. ഇന്ന് ലോകത്ത് എവിടെയെങ്കിലും ഒരു മൗലികത്വമുള്ള ലോകവായനയിൽ നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു സാഹിത്യമുണ്ടെങ്കിൽ അതിനെ കണ്ടെത്താനും അതിനെ കടൽ കടത്തി വിടാനുമുള്ള വിപണിയുണ്ട്. ആ സാധ്യതകൾ ഉപയോഗിക്കാനുള്ള മാർക്കറ്റുണ്ട്. പക്ഷെ എന്നിട്ടും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ രാഹുൽ പറഞ്ഞ പ്രശ്നം, നമ്മളിവിടെ മലയാളത്തിൽ നിന്നും പരിഭാഷപ്പെടുത്തുന്ന മിക്കവാറും കൃതികൾ, മിക്കവാറും അല്ല, 1-2 കൃതികൾ വെച്ച് മറ്റെല്ലാം ഇന്ത്യയുടെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് വായിക്കപ്പെടാനുള്ള റൈറ്റ്സ് ഇല്ല. ഇന്ത്യയിലെ പ്രസാധന രംഗത്ത് വന്ന പുതിയ ഒരു വ്യാപാരമായ ഒരു സംവിധാനങ്ങളുടെ എന്താ പറയണ്ട ആഗോള നിലവാരമുള്ള പ്രസാധകർ വന്നതിൻ്റെ സാധ്യത മാത്രമാണ് മലയാളത്തിലെ പുതിയ കാല എഴുത്തുകാർ മുഴുവൻ പരിഭാഷയിലൂടെ ഇന്ത്യയിൽ വായിക്കപ്പെട്ടു തുടങ്ങിയത്. അവ പോലും ഇന്ത്യയിലെ തന്നെ മറ്റു ഭാഷകൾ എത്രത്തോളം വായിക്കപ്പെടുന്നു എന്നുള്ളത് ഞാൻ കണക്കുകൾ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അത്ര മോശം അവസ്ഥയിലാണ്. സോ അങ്ങനെയൊന്നും സാമാന്യീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. എന്തുകൊണ്ടാണ് ഈ കൃതികൾ ഇന്ത്യക്ക് വെളിയിൽ വായിക്കപ്പെടാൻ അല്ലെങ്കിൽ വിൽക്കപ്പെടാനുള്ള സാധ്യത പ്രസാധകർ നോക്കാത്തത്? ഇപ്പം നമുക്ക് മീരയുടെയോ ബെന്യാമിൻ്റെയോ അല്ലെങ്കിൽ ഒ വിജയൻ്റെയോ പുസ്തകം ലോക വിപണിയിൽ സാധ്യതയുള്ളതാണെങ്കിൽ ഈ ആഗോള മാർക്കറ്റ് എന്ന് പറയുന്നതിനെ എപ്പോൾ വേണം എടുത്തുകൊണ്ട് പോയി ചോദിച്ചാൽ മതി. ഇവരുടെ പെർമിഷൻ പോലും ഇല്ലാതെ എടുത്തുകൊണ്ട് പോകും. അതെന്താണ് സാധിക്കാത്തത്? അപ്പം അതിന് പരിമിതികളുണ്ട്, പ്രതിസന്ധികളുണ്ട്. നമ്മുടെ സർഗാത്മക ഭാവനയിൽ പരിമിതിയുണ്ട്, അതിൽ മൗലികത്വത്തിൻ്റെ പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ സാധ്യത അതിനെ ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെന്തൊക്കെ പ്രശ്നങ്ങൾ? പരിഭാഷയുടെ പ്രശ്നം ഫാത്തിമ പറഞ്ഞു, പരിഭാഷയുടെ പ്രശ്നമുണ്ട്. പക്ഷെ പരിഭാഷ പ്രശ്നം ഉണ്ടായപ്പോഴാണ് നമുക്ക് വളരെ പ്രസിദ്ധരായ പരിഭാഷകർ ചെയ്തിട്ട് ചെമ്മീൻ്റെ 1962 ചെമ്മീൻ്റെ പരിഭാഷ ന്യൂയോർക്ക് ടൈംസിൽ കണ്ടിട്ടുണ്ട്. അതിൽ കുറച്ചു കാലം അത് ബെസ്റ്റ്സെല്ലറായിരുന്നു. അതുപോലെ 1927 തൊട്ടാൻ പറ്റും വേൾഡ് ലിറ്ററേച്ചർ ടുഡേ എന്ന് പറയുന്ന ഒരു മാഗസിൻ നിലനിൽപ്പുണ്ട്. ഒക്ലഹോമ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തതാണ്. ബുക്സ് എബ്രോഡ് എന്നായിരുന്നു അതിൻ്റെ 17 കൊല്ലം അതിൻ്റെ പേര്. ലോകത്തെ മറ്റ് സ്ഥലങ്ങളിലെ പുസ്തകങ്ങളെക്കുറിച്ചും എഴുത്തുകാരെക്കുറിച്ചും മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു മാസികയായിരുന്നു അത്. ഇംഗ്ലീഷ് വരണം നിർബന്ധം ഉണ്ടായിരുന്നില്ല അവർക്ക്. ഇന്ന് വരെ അവിടെ നിങ്ങൾക്ക് അറിയാം, കാണാവുന്ന ഒരേ പേര് കമലാദാസാണ്. അപ്പം അവിടെ ഒന്നും 75 കൊല്ലമായിട്ട് പോലും മലയാള സാഹിത്യത്തിൽ നമ്മൾ ഉദ്ഘോഷിക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട എഴുത്തുകാരും നമ്മുടെ പ്രിയപ്പെട്ട രചനകളും ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ അവിടെ പ്രതിനിധാനത്തിൽ വന്നിട്ടില്ല എന്നുള്ളൊരു സങ്കടകരമായ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം. അത് നമ്മുടെ എഴുത്തുകാരുടെ കഴിവുകേടായിട്ടല്ല കാണും. അത്തരം സർഗാത്മക ശേഷിയുള്ള എഴുത്തുകാർ നമ്മുടെ ഇവിടെ നിലവന്നിട്ടില്ല എന്നുള്ളൊരു സങ്കടമാണ് അവിടെ. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് ചോദിക്കുക. നമ്മുടെ അനുഭവ പരിസരത്തെ നമ്മൾ ഏതെല്ലാം രീതിയിൽ നമുക്കതിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞു? എഴുത്തുകാരെടുത്ത പ്രമേയങ്ങളാണോ? അവിടെയുണ്ട് മറ്റൊരു പ്രശ്നം. എഡിറ്റർ എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട കൃതികളെല്ലാം ഈ ഇംഗ്ലീഷിലേക്ക് വന്ന പെൻഗിനോ ഹാർപ്പറോ പബ്ലിഷ് ചെയ്ത മലയാളത്തിലെ പരിഭാഷകൾ, ഫാത്തിമ ഉൾപ്പെടെയുള്ളവരുടെ പരിഭാഷകൾ ഒരു ഇൻ്റർനാഷണൽ എഡിറ്റർ എടുത്ത് പോയി കഴിഞ്ഞാൽ മൊത്തം വെട്ടും. അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ പറയുന്ന ഒരേ സംഗതി റിപ്പീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെയും പ്രമേയത്തിൻ്റെയും ആഖ്യാനത്തിലെ പ്രശ്നങ്ങൾ അവർ കണ്ടെത്തും. അപ്പോൾ പ്രോപ്പർ എഡിറ്റിംഗ് മലയാള സാഹിത്യത്തിൽ എഡിറ്റിംഗ് ഇല്ല. എനിക്ക് പറയുന്നതിന് ഒരു മടിയുമില്ല. മലയാള സാഹിത്യത്തിൽ എഡിറ്റർ എന്ന് പറയുന്നത് സംഭവം ഇല്ല. അപ്പോൾ എഡിറ്റർ എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 100 Years of Solitude പേരിട്ടത് മാർക്കസ് അല്ല. അപ്പോൾ അത്തരത്തിൽ കണിശതയോടുകൂടി സാഹിത്യത്തെ കാണുകയും സാഹിത്യത്തെ വീക്ഷിക്കുകയും സാഹിത്യത്തിനകത്തെ പ്രശ്നങ്ങളെ കണ്ടെത്താനും കഴിവുള്ള സർഗാത്മക ശേഷിയുള്ള എഡിറ്റർമാരില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആ എഡിറ്റർമാരുടെ കൈകളിലൂടെ സാഹിത്യം പുതുക്കി പണിയുമ്പോൾ ഇപ്പോൾ മലയാളത്തിൽ തന്നെ നല്ല 2-3 എഡിറ്റർമാരുണ്ടാകുകയും ഇവരുടെയൊക്കെ കൃതികൾ, ഇപ്പോൾ സന്തോഷിൻ്റെ കൃതി സന്തോഷ് വായിക്കുന്നതിനപ്പുറത്തൊരു എഡിറ്റർ വായിക്കുകയും സന്തോഷുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഈ കൃതിയെ കൂടുതൽ മികവുറ്റതാക്കാൻ സന്തോഷ് എന്ന് പറയുന്ന മൗലിക എഴുത്തുകാരനിലുള്ള അശ്രദ്ധയെ ചൂണ്ടിക്കാണിക്കാൻ ഇതിങ്ങനെയായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹത്തോട് ഉപദേശിക്കാനും കഴിഞ്ഞാൽ അത് കുറേ കൂടി മെച്ചപ്പെട്ട കൃതിയാവും. അങ്ങനെ 2 എഡിറ്റിങ്ങിലൂടെ മെച്ചപ്പെട്ട 2 കൃതികൾ വരുമ്പോൾ സന്തോഷ് സ്വാഭാവികമായിട്ടും സന്തോഷിൻ്റെ ഞാൻ ഉദാഹരണം പറയുന്നുള്ളൂ, 3ാമത്തെ കൃതിയിൽ ഈ ശ്രദ്ധയോടുകൂടിയാണ് അദ്ദേഹം എഴുതുക. അപ്പോൾ കൃതി കുറേ കൂടി മെച്ചപ്പെട്ടതാവും. ഇതിനുള്ള സാധ്യത മലയാളത്തിൽ ഇല്ല. ഈ സാധ്യതയില്ലാതെയുള്ള കൃതികളാണ് ഫാത്തിമയായാലും ഏറ്റവും മിടുക്കിയായ ട്രാൻസ്ലേറ്റർ ആയാലും അവർക്ക് പരിമിതികളുണ്ട്. അവരുടെ മുന്നിലുള്ള ടെക്സ്റ്റിനെ മാത്രമേ അവർക്ക് പരിഭാഷപ്പെടുത്താൻ പറ്റുള്ളൂ. അവർക്ക് അതിനെ മൗലികമാക്കാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും ഒരു ആർട്ടാണ്, പക്ഷെ മൈനർ ആർട്ട് തന്നെയാണ്. അപ്പോൾ ആർട്ടിസ്റ്റിനെ തിരുത്താൻ അവർക്ക് അർഹതയില്ല. അപ്പോൾ തിരുത്താൻ അർഹതയില്ലാത്തൊരു കൃതിയെ ഇവരെത്ര തന്നെ പ്രതീക്ഷിച്ചാലും ഇവരെത്ര തന്നെ മെച്ചപ്പെടുത്തിയാലും അത് ലോകത്തിലേക്ക് കടക്കില്ല. അതിൻ്റെ പ്രശ്നം വേറെയാണ്, പരിഭാഷയല്ല പ്രശ്നം. പരിഭാഷ ഒരു പ്രശ്നമാണ്, പക്ഷെ അതിലുപരിയായിട്ട് ഈ ആത്യന്തികമായ അടിസ്ഥാന പ്രശ്നത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിനെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒരു വ്യക്തിപരമായ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെത് മാത്രം പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത് സമൂഹം എന്ന നിലയിൽ മലയാള ഭാഷയും മലയാള സാഹിത്യവും നമ്മൾ ഈ പറയുന്ന നമ്മൾ അറിയപ്പെടുന്ന
ലോകത്തിൻ്റെ ഇപ്പം സന്തോഷ് പറഞ്ഞൊരു വലിയ കാര്യം എനിക്ക് വളരെ പ്രയാസം തോന്നിയൊരു കാര്യമാണ്. സാഹിത്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണവും മുതലേ അല്ലത്, അത് സർഗാത്മകമാണെന്നേ. അത് വേറൊരു രാജ്യവും വേറൊന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല. അതൊരു വലിയ ലോകത്തിൻ്റെ മുന്നിൽ ലോക സിനിമ എന്ന് പറയുന്നില്ലേ, എന്തുകൊണ്ടത് അത് ക്രിയേറ്റീവാണ്. ആ ക്രിയേറ്റീവ് പ്രവൃത്തിയിൽ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും പല രീതിയിലുള്ള ക്രിയേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അവ തമ്മിൽ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റും. ആ കൈമാറ്റം ചെയ്യലുള്ള സൗന്ദര്യ അനുഭവങ്ങളാണ്, ആനന്ദമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. സാമൂഹികവും സാംസ്കാരികവുമായ ചില ധാരണകളാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അവിടെ മറ്റൊന്നുമായിട്ട് അതിന് താരതമ്യം അസാധ്യമാണ്. അപ്പം അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടാൻ ശേഷിയുള്ള എത്ര രചനകൾ നമ്മളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ വളരെ പുറകിലാണ്. ഒരുപക്ഷെ മലയാളത്തിലെ മികച്ചതെന്ന് നമ്മൾ ആഘോഷിക്കുകയും കരുതുകയും ചെയ്യുന്ന കൃതികൾ അവയുടെ തന്നെ പുതിയ ഒരു എഡിറ്റോറിയൽ പ്രോസസ്സിലൂടെ കടന്നുപോയി, മികച്ച എഡിറ്റർമാരുടെ കൈകളിലൂടെ കടന്നുപോയി, മികച്ച പരിഭാഷയിലൂടെ കടന്നുപോയാൽ ചിലപ്പോൾ ലോകത്തിൻ്റെ ഏതെങ്കിലും മറ്റു ഭാഷയുള്ള മനുഷ്യർ നിങ്ങളെ അറിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ലോകത്തിലെ ഏത് ഭാഷയിലെ സാഹിത്യമാണ് രാഹുലും ഞാനും സന്തോഷ് കുമാറും വായിക്കാത്തത്? ഇല്ല. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റിയാലേ ഉള്ളൂ. അവരെല്ലാം നമ്മളിലേക്ക് വരികയാണ്. അങ്ങനെ നമ്മളിലെ ഒരാളെ പോലും നമുക്ക് അങ്ങോട്ട് എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നമാണെന്നേ. നമ്മുടെ ഭാഷയുടെയും നമ്മുടെ സാഹിത്യത്തിൻ്റെയും പ്രശ്നമാണ്. അത് നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മളിൽ നിന്ന് ഇത്തരം ക്രിയേഷൻസ് മാത്രമേ വരികയുള്ളൂ. നമ്മുടെ സാഹിത്യം മലയാളി ഏറ്റവും കൂടുതൽ വായിക്കുന്നില്ലേ? അതേ മലയാളിയല്ലേ വിശ്വസാഹിത്യം വായിക്കുന്നത്? അവിടെ എന്തൊരു കോൺഫ്ലിക്റ്റ് ഇല്ലേ എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷെ മലയാളി സാഹിത്യം വായിക്കുന്നത്, മലയാളി എഴുത്തുകാരനെ വായിക്കുന്നത് ഒരു കാഴ്ചപ്പാടോടുകൂടിയും മറ്റൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ മറ്റൊരാളെ വായിക്കുന്നത്. നമുക്ക് ബോർഹസിനെ വായിക്കുന്നുണ്ട്, നമ്മൾ കാഫ്കയെ വായിക്കുന്നുണ്ട്, നമ്മൾ ഗുസ്പദിനോവിനെ വായിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ വായിക്കുന്നത് നമ്മൾ വേറൊരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിലൂടെ നമ്മൾ മലയാള സാഹിത്യ കൃതികളെ വായിച്ചു തുടങ്ങിയാൽ ചിലപ്പോൾ ആ മലയാള സാഹിത്യ വായന നമ്മൾ അവിടെ നിർത്തേണ്ടി വരും. അവിടെ നമ്മുടെ ഒരു ടേസ്റ്റുമായിട്ടുള്ളൊരു ഒരു സുഖപ്പെടലുണ്ട്. നമ്മുടെ തൊട്ടടുത്ത കടയിൽ പോയി നമ്മൾ സാധനം വാങ്ങുന്ന പോലുള്ളൊരു ഒരു സമരസപ്പെടലുണ്ട്. ആ സമരസപ്പെടലിനപ്പുറത്തേക്ക് അതിനെ അതിജീവിക്കാൻ, കാലത്തെ അതിജീവിക്കാൻ കഴിയുമെന്നില്ല. അവിടെ കൃതി എന്നുണ്ടായതെന്നുള്ളത് പ്രശ്നമല്ല. 500 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സെർവാൻഡസിൻ്റെ ഡോൺ കിയോട്ട് ഇന്നും ലോകത്തിൽ പുതിയ പരിഭാഷകളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കൃതിയായിട്ട് നിലനിൽക്കാനുള്ള സാധ്യത ഈ വിപണിയും ഈ ലോക വായനയും നൽകുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്നും മഹാഭാരതം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായിട്ട് ആരും പുഷ് ചെയ്തിട്ടല്ല. അതിൻ്റെ ശക്തിയുണ്ട്, സർഗാത്മക ശേഷിയുണ്ട്. അപ്പം ലോക വായനയിൽ നിലനിൽക്കാനുള്ള സർഗാത്മക ശേഷി നമ്മുടെ സാഹിത്യത്തിൽ എത്ര കൃതികൾക്കുണ്ട് എന്നുള്ള അന്വേഷണമാണ് നമ്മൾ നടത്തേണ്ടത്. അതിനെ ഏതെങ്കിലും രീതിയിൽ നവീകരിക്കാൻ, ശക്തിപ്പെടുത്താൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. എഴുത്തുകാരൻ ഇതിനെ മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ എഴുത്തായി അങ്ങനെ ചുരുങ്ങി തന്നെ നിൽക്കുകയുള്ളൂ. വലിയ ആകാശങ്ങളെ തൊടാനുള്ള അവരുടെ സാധ്യതകളെ അവർ തന്നെ മങ്ങലേൽപ്പിക്കുകയാണ് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഞാൻ സന്തോഷിലേക്ക് ഒന്ന് വരികയാണ്. ഇപ്പം സുധീർ പറഞ്ഞ പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് നമുക്ക് മൗലികവും സർഗാത്മകവുമായുള്ള പ്രതിസന്ധികളാണോ മലയാളത്തിൽ നിന്നുള്ള എഴുത്തുകളെ പുറം ലോകത്തേക്ക് എത്താതിരിക്കാനുള്ള ഒരു കാരണം? ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഇപ്പം എഡിറ്റർമാരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എങ്കിൽ, എഡിറ്റർമാരുണ്ടെങ്കിൽ ആ കൃതികൾ കൂടുതൽ മികച്ചതായിട്ട് അതിന് മറ്റൊരു വിപണി സാധ്യതയുണ്ടോ? ഈ രണ്ട് ചോദ്യങ്ങളും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ തൻ്റെ എഴുത്തിനെ നോക്കിക്കാണുന്ന ഒരാളെന്ന നിലയിൽ, ഒരു നോവലിസ്റ്റ് എന്ന നിലയിൽ സന്തോഷ് കുമാർ എങ്ങനെ കാണുന്നു? പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മളിപ്പോൾ ലോകത്തിലെ മികച്ച കൃതികൾ അല്ലെങ്കിൽ സമകാല കൃതികളെല്ലാം വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധയിൽ വരുന്നത്, ഇത് മികച്ച കൃതികൾ അല്ലെങ്കിൽ പുരസ്കാരത്തിന് പോകുന്ന ചുരുക്കപ്പട്ടികയിലോ ഉള്ള നോവലുകളൊന്നും വലിയ പ്രസാധകരുടെ ആവണമെന്നില്ല. അതൊക്കെ ചിലപ്പോൾ ചെറിയ ചാർക്കോ പ്രസ് അല്ലെങ്കിൽ 7 സ്റ്റോറീസ് എന്നൊക്കെ പറഞ്ഞ് ചെറിയ പ്രസാധകരുടെ അടുത്തുനിന്നും ഒരുപാട് പുസ്തകങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നും, നമ്മളിപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ കേൾക്കാത്ത പല രാജ്യങ്ങളിൽ നിന്നുള്ള ചില മികച്ച കൃതികൾ ഈ പരിഭാഷയുടെ സഹായത്തോടെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അത്തരം കൃതികൾക്ക് ഉണ്ടാവുന്ന ഒരു സാധ്യത, ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം അവരെക്കാൾ മൗലികത്വം അല്ലെങ്കിൽ സർഗാത്മക പ്രതിഭ നമുക്ക് കുറഞ്ഞതുകൊണ്ടാണോ നമുക്ക് ആ സാധ്യത ഇല്ലാതെ പോയത്? സുധീർ പറഞ്ഞ
രാഹുൽ, ഈ പുരസ്കാരങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കോ. പുരസ്കാരങ്ങളൊക്കെ സാഹിത്യത്തിലും ഏറ്റവും മികച്ചതിനുള്ളതാണ്. വായനയിലെ സാധ്യത ഇപ്പം മലയാളി വായിക്കുന്ന പോലുള്ള നമ്മൾ എത്ര പുരസ്കാരങ്ങൾ കിട്ടാത്ത എത്ര ആഫ്രിക്കൻ കൃതികൾ, എത്ര ലാറ്റിൻ അമേരിക്കൻ, എത്ര യൂറോപ്യൻ കൃതികൾ വായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൃതികൾ സജീവ വായനയിൽ, ലോകത്തെ വായനയെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് അത്തരം സജീവ വായനയിൽ നമ്മൾ ഏതെങ്കിലും കൃതികൾ വരുന്നുണ്ടോ നോക്കും. പുരസ്കാരമൊക്കെ വേറെ കാര്യങ്ങൾ, അതിന് ഒരുപാട് പരിഗണനകളുണ്ടാവും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനപ്പുറത്തേക്ക് വായനയിലെത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ സുധീർ പറഞ്ഞ പല അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ ഞാനത് സ്വീകരിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ തിരുത്താനും തയ്യാറാണ് ഞാൻ. പക്ഷേ എങ്കിൽ പോലും ചില കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയണമെങ്കിൽ ഇപ്പോൾ കഥകളുടെ കാര്യം എടുക്കും. നോവലാണ് നമ്മൾ വലിയൊരു ടോമായിട്ട് പറയുന്നത്. അത് ചിലപ്പോഴും നമ്മുടെ നോവലിലൊക്കെ ഈ പറഞ്ഞ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. കഥകളുടെ കാര്യത്തിൽ മലയാളം സമ്പന്നാണെന്നുള്ളൊരു അഭിപ്രായം എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ഒരു അയാളുടെ പേര് ഞാൻ മറന്നു. അയാൾ ഈ ഒരു കൊല്ലത്തിൽ ഒരു 10-20 കഥകൾ പല മാസികകളിൽ നിന്ന് എടുത്തിട്ട് കാണിക്കും. ലോക സാഹിത്യത്തിലെ 15-20 കഥകൾ എടുത്ത് കാണിക്കും. അത് വായിക്കാറുണ്ട്. നമ്മൾ ന്യൂയോർക്കറൊക്കെ ഇപ്പോൾ എപ്പോഴും അവൈലബിൾ ആണ്. ഈ ന്യൂയോർക്കറിലൊക്കെ വരുന്ന കഥകളെയൊക്കെ അപേക്ഷിച്ച് എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് നമ്മുടെ പല കഥകളും വളരെ ഉന്നത നിലവാരം പുലർത്തുന്നുണ്ട്. സക്കറിയെ പോലെയുള്ള ആളുകൾ, NS മാധവൻ, അങ്ങനെ നമ്മുടെ ഏത് കഥാകൃത്തിനെ എടുത്താലും അവർക്ക് മറ്റ് ലോകത്തിന് മുമ്പിൽ വിൽക്കാവുന്ന ഒരു 10 കഥയെങ്കിലും ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. ഏത് വലിയ റൈറ്റർ, പുറത്തുള്ള റൈറ്റർ. പക്ഷെ അത് നമുക്ക് കിട്ടാനുള്ള അവസരം ലഭിക്കുന്നില്ല. അതിപ്പോൾ ട്രാൻസ്ലേഷൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അപ്പോൾ ന്യൂയോർക്കിൽ നമ്മുടെ ഒരു കഥ വരുന്നുണ്ടോ, മലയാളത്തിൽ നിന്നൊരു കഥ സാധ്യത ട്രാൻസ്ലേഷൻ. പക്ഷേ ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നും ഒക്കെ ഇഷ്ടംപോലെ ട്രാൻസ്ലേഷൻസ് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ആശാനെ പോലെയോ വൈലോപ്പിള്ളിയെ പോലെയുള്ള വലിയ എഴുത്തുകാർ ഇപ്പോഴും നമുക്ക് ലോകത്തിന് മുമ്പിൽ, അത് ഒരുപക്ഷെ സാംസ്കാരിക പരിസരം, കൾച്ചറൽ മിലിയു എന്ന് പറയുന്ന പോലെ ഈ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് ശരിയാണ്. സുധീർ പറഞ്ഞാൽ ഒരു കാര്യത്തിനോട് വളരെ യോജിക്കുന്നത് ഞാൻ എഡിറ്റിംഗ് എന്നുള്ളത് തന്നെയാണ്. അതിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് നല്ലൊരു എഡിറ്ററെ കിട്ടുകയാണെങ്കിൽ ഞാൻ തയ്യാറാവും. പക്ഷേ എൻ്റെ പത്രം പോലും വായിക്കാത്തൊരു മണ്ടൻ എഡിറ്ററെ കിട്ടിയാൽ ഞാൻ തയ്യാറാവില്ല. വായിക്കാൻ തയ്യാറാവുന്ന, അല്ലെങ്കിൽ വായിച്ച് സാഹിത്യമായിട്ട് നല്ല പരിചയമുള്ളൊരു എഡിറ്ററെ കിട്ടുകയാണെങ്കിൽ, അങ്ങനെ ഒരു മലയാളത്തിൽ പരിപാടിയില്ല. നമ്മൾ കൊടുത്ത് ചിലപ്പോൾ അടുത്ത ആഴ്ച പുസ്തകം വരും. അതാണ് അതിൻ്റെ പ്രതിസന്ധി. അത് വരുന്നതിൽ ചിലപ്പോൾ തെറ്റുപോലും ഉണ്ടാവും. ചിലപ്പോൾ ചെറിയ നമ്മൾ അക്ഷരപ്പശകൾ പോലും ഉണ്ടാവുന്നുണ്ട്. ഒരു എഡിറ്റർ വരിക എന്നുള്ളൊരു വലിയ സാധ്യതയാണ്. ഇപ്പോൾ മുരകാമിയെ പോലെയുള്ള വലിയ എഴുത്തുകാർ, അദ്ദേഹത്തിൻ്റെ പുസ്തകം നോവലിസ്റ്റ് ആസ് എ വൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് 2 കൊല്ലം മുമ്പ് വന്നിട്ടുണ്ട്. അത് അദ്ദേഹം എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ആദ്യം 3-4 സുഹൃത്തുക്കൾക്കൊക്കെ കൊടുത്ത് പിന്നെ എഡിറ്ററായിട്ട് തർക്കമാണ്. ഒരു വിഷയം ഈ ഭാഗം മാറ്റണമെന്ന് പറയും, അയാൾ തിരിച്ചും വലിയ തർക്കങ്ങളിലൂടെയും വാദഗതികളിലൂടെ പോയിട്ടാണ് ഈ പുസ്തകം വരുന്നത്. അത് വളരെ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മലയാളത്തിൻ്റെ കാര്യം പോട്ടെ, ഇപ്പോൾ ഫാത്തിമ ട്രാൻസ്ലേഷൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഉടൻ ഇംഗ്ലീഷ് പ്രസാദൻ്റെ ഒരു എഡിറ്റർ വയ്ക്കും. അതെ, എത്രമാത്രം അത് എത്ര കഴിവുള്ള എഡിറ്ററാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എഡിറ്റർ ഉണ്ടായിരിക്കും. ആ എഡിറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റ് മലയാളത്തിലില്ല. അതൊരു പ്രതിസന്ധി ഉണ്ട് നമ്മുടെ ഇടയിൽ. പിന്നെ എന്തുകൊണ്ട് മലയാള സാഹിത്യത്തിൽ നിന്ന് അങ്ങനെ പോകുന്നില്ല എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആലോചിക്കണം. ഒരു ഉദാഹരണം പറയാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ളത് ബംഗാളി സാഹിത്യമാണ്. അപ്പോൾ മറ്റേ താരാശങ്കർ ബാനർജി, ശരത്ചന്ദ്ര ചാറ്റർജി, അങ്ങനെ ഇപ്പോൾ അല്ലെങ്കിൽ വിഭൂതിഭൂഷൺ, നമുക്കറിയാത്ത ഒരു ബംഗാളിയില്ല. ഞാൻ കൽക്കട്ടയിൽ കുറച്ച് കാലം ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള ആളുകൾ അത്ഭുതപ്പെട്ടിരുന്നു. നമ്മൾ വായിച്ച പലരെയും അവർ വായിച്ചിട്ടില്ല. അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ അതേസമയം കേരളത്തിൽ നിന്ന് എത്ര പുസ്തകങ്ങൾ അവിടേക്ക് പോയിട്ടുണ്ട്? ഒരിക്കലും വളരെ അപൂർവം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നല്ല ട്രാൻസ്ലേഷൻസ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിവുള്ളവരില്ല എന്നുള്ളതാണ്. തിരിച്ച് ട്രാൻസ്ലേറ്റ് എൻ്റെ ഒരു പുസ്തകം വരുന്നുണ്ട്, ഒരു 10-11 കഥകളുടെ ഒരു വരിയല്ല വന്നു. അത് എൻ്റെ ബംഗാളി കഥകളുടെ ട്രാൻസ്ലേഷൻ. അതിപ്പോൾ അവിടെ ഒരു വലിയ കോളിളക്കൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ കാര്യമല്ല കേട്ടോ ഇതുവരെ പറഞ്ഞത്, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന ആളല്ല. ഇപ്പോൾ ഫാത്തിമ ചോദിക്കുമ്പോൾ ട്രാൻസ്ലേഷൻ സന്തോഷം വന്നില്ല ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ മറുപടി ഇവിടെ പറയുന്നു. എൻ്റെ വായിക്കാൻ കൊതിയായി നിൽക്കുന്ന ഒരാളും ഇപ്പോൾ കേരളത്തിന് വെളിയിലില്ല. അത് വന്നുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യം ഉണ്ടാവുന്നില്ല. അത് ഞാൻ തുറന്നു പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഒരു കപട വിനയായിട്ടും കണക്കാക്കണ്ട. അപ്പോൾ എനിക്ക് സാമാന്യ ധാരണ സാഹിത്യത്തോടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് പറഞ്ഞതിൽ കാര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ബംഗാളിയിലേക്ക് എൻ്റെ ഒരു കഥാസമാഹാരം വരുന്നത് എങ്ങനെയാണ്? ഇംഗ്ലീഷിൽ നിന്നുള്ള തർജ്ജമയാണ്, അല്ലാതെ നേരിട്ട് മലയാളത്തിൽ നിന്നുള്ള തർജ്ജമയല്ല. അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന സംഭവമാണ്. അത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചില്ല. അപ്പോൾ പാവങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇൻഡയറക്റ്റ് ട്രാൻസ്ലേഷനാണ്. നാലപ്പാട് നാരായണമേനോൻ ഫ്രഞ്ച് അറിഞ്ഞ ആളല്ല. അദ്ദേഹം വേറെ ഇവർക്ക് അറിയായിരിക്കും, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ അവിടെ നിന്നാണ് 1925 വരുന്നത്. അത് നമ്മുടെ ഭാഷേനെ വലിയ കുതിപ്പുകൾ ഉണ്ടാക്കി ഭാഷയിൽ. അത് സത്യമാണ്. ഈ ബംഗാളി ട്രാൻസ്ലേഷൻ വരുന്നത് ഇപ്പോൾ നമ്മുടെ എത്രയോ രചനകൾ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ബംഗാളിയിലേക്ക് ഒരു കഥാസമാഹാരം എൻ്റെ ആണോ വരേണ്ടത്? എന്നെക്കാൾ എത്രയോ വലിയ എഴുത്തുകാർ ഇവിടെ ഇല്ലേ? എൻ്റെ മുൻഗാമികളായിട്ടുള്ള എഴുത്തുകാരൊക്കെ അല്ലെങ്കിൽ സമകാലികരില്ലേ?
ഇതെല്ലാം വരുന്നത്. ഇതിപ്പോൾ ഇംഗ്ലീഷ് ഇത് കിട്ടിയതുകൊണ്ട് അവിടെയുള്ള ഒരു കുട്ടി അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തയ്യാറായി ഇംഗ്ലീഷിൽ നിന്ന്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ട്. നമ്മൾ നമ്മൾ 28-30 സംസ്ഥാനം, 30 രാജ്യങ്ങളാണ്. യൂറോപ്യൻ യൂണിയൻ്റെ ഒക്കെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ഭാഷയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതൽ. അത് വിപണി വളരെ പ്രധാനമാണ്. ഈ 300, 400, 500 കോപ്പി അടിച്ചിട്ട് ആരെങ്കിലും ഇത് തയ്യാറാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൗജന്യം എന്നുള്ള നിലയ്ക്കോ ഒരു ഭൂതദയ എന്നൊക്കെയുള്ള നിലയ്ക്ക് ചിലപ്പോൾ തയ്യാറാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ വരുന്നത് എന്തുകൊണ്ടാണെന്ന് തോന്നുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് സുധീറിന് കൃത്യമായിട്ട് അറിയാം എത്ര കണക്കിലാണ് പോണതിൽ. 10, 300, 500 കോപ്പിയൊക്കെയാണ് പല പ്രശ്നങ്ങൾ പോകുന്നത്. അത് തന്നെ പലപ്പോഴും എങ്ങനെയാണ് പോകുന്നത് അറിയില്ല. അവരെന്തുകൊണ്ട് എടുക്കുന്നതിൻ്റെ ഒരു ക്രോസ് സബ്സിഡൈസേഷൻ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റിലൊക്കെ പറയും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പോപ്പുലർ ഫിക്ഷൻ ഉണ്ടാവും. ഈ ഇപ്പോൾ അമീഷ്, ചേതൻ ഭഗത്ത്, ആനന്ദ് നീലകണ്ഠൻ എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ ചിലപ്പോൾ ലക്ഷങ്ങൾ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ലാഭത്തിൽ നിന്നൊരു ഭാഗം എടുത്തിട്ട് ഇവർക്ക് സമ്മാനിക്കുന്നതാണ്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള മേജർ ലിറ്റററി വർക്കുകൾക്ക് കൊടുക്കുന്ന ഒരു സബ്സിഡിയാണ്. അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ ഏതെങ്കിലും ഒരു അവാർഡ് പോയി ഈ പുസ്തകം ഈ അവാർഡിന് അർഹമായി കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകും. ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ നമുക്ക് അഡ്വാൻസ് തരുന്നവരും പുസ്തകങ്ങളുടെ വിപണിയിലേക്ക് നമ്മുടെ നല്ല സാഹിത്യം എന്ന് നമ്മൾ വീക്ഷിക്കുന്ന സാഹിത്യത്തെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പ്രതിസന്ധി ഉണ്ട്. ഇപ്പോൾ യേൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു എഡിത്ത് ഗ്രോസ്മാൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തയായിട്ടുള്ള വിവർത്തക, അത് പലരും വായിച്ചിട്ടുണ്ടാവും. ഒരു മറ്റേ വിവർത്തനത്തെ പറ്റി നിരവധി പ്രഭാഷണങ്ങൾ നടത്തി എൻ്റെ പുസ്തകം വന്നിട്ടുണ്ട്. വൈ ട്രാൻസ്ലേഷൻ മാറ്റേഴ്സ് എന്നുള്ള പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ അവർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് പ്രസാധകർ റീജിയണൽ ലിറ്ററേച്ചർ തർജ്ജമ ചെയ്യാൻ തയ്യാറാവണം എന്നാണ് അവർ പറയുന്നത്. അത് തർജ്ജമ ചെയ്യാൻ തയ്യാറായിട്ട് വലിയ പ്രസാധകർ വന്നാൽ സ്വാഭാവികമായിട്ട് ഇവിടെ എഡിറ്റർമാർ വരും. അല്ലാതെ ഞാൻ സെപ്റ്റംബർ 1-ാം തീയതി കൊടുത്ത പുസ്തകം 7-ാം തീയതി അടിച്ചു വരുന്ന പരിപാടി ഇവിടെ നിൽക്കും. ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയണതല്ല. എല്ലാ ആളുകൾക്കും ഈ പ്രതിസന്ധി ഒക്കെ മാറും. അപ്പോൾ അതിന് എഡിറ്റർ വരാനുള്ള സാമ്പത്തിക എല്ലാത്തിൻ്റെയും വിപണി ഒരു വലിയ പ്രധാനം. ഇവൻ നോബൽ സമ്മാനം പോലും വരുന്നതിൽ വിപണി ഉണ്ടായിരിക്കും. 1913 നമ്മുടെയൊക്കെ ആദ്യമായിട്ട് ഒരു നോബൽ അവസാനമായിട്ടും കിട്ടിയിട്ടുള്ളത്. ഈ 111 കൊല്ലത്തിനിടയ്ക്ക് ഇന്ത്യയിൽ യാതൊരു സാഹിത്യം ഉണ്ടായിട്ടില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ നോബൽ സമ്മാനോ ബുക്കറോ ഒക്കെ കിട്ടിയിരുന്നതിനേക്കാൾ മോശം രചനകളാണ് നമ്മുടെ മറ്റെല്ലാം ഈ മലയാളം വിടുക മറ്റുള്ള ഭാഷകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. തീർച്ചയായിട്ടും സുധീർ പറഞ്ഞ കാര്യം ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഒരു സർഗാത്മകതയെ മറ്റുള്ള കാര്യങ്ങൾ വെച്ച് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ സർഗാത്മകത, ഈ പറയുന്ന ക്രിയേറ്റിവിറ്റി എല്ലാ സമൂഹത്തിനും യൂണിവേഴ്സലായിട്ട് അക്സെപ്റ്റൻസ് ഉള്ള ഒരു സർഗാത്മകത ഉണ്ടാവും എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അതിൽ സംശയമുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും അത്തരം രചനകൾ വരണം. അത് രചനകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതും. ട്രാൻസ്ലേഷൻ അപ്പം നമ്മൾ മറ്റു ഭാഷകളിൽ നിന്ന് അവരുടെ സംസ്കാരവുമായി സമരസപ്പെട്ടുകൊണ്ട് വായിക്കുന്നത് പോലെ വായിക്കാൻ നമുക്ക് സാധിക്കുന്ന പോലെ ഇവിടുത്തെ നമ്മുടെ യുണീക്കായിട്ടുള്ള സാംസ്കാരിക മുഖപ്പുകളെ മറ്റുള്ളവർക്കും വായിക്കാൻ പറ്റണം. ഇപ്പം ഞാൻ ഫാത്തിമയോടാണ് ചോദിക്കുന്നത്, ഒരു ചോദ്യം കൂടെ ഉണ്ടാവും. ഫാത്തിമയോട് ചോദിക്കുന്നത്, നമ്മൾ മലയാളത്തിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ട്രാൻസ്ലേഷൻസ് വരുന്നുണ്ട്, പല സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ സമ്മാനങ്ങൾ വിട്ടേക്കാം. ട്രാൻസ്ലേഷൻസ് പിന്നെ വരുമ്പം ഈ ട്രാൻസ്ലേഷൻസിനെ എങ്ങനെയാണ് മലയാള പുസ്തകങ്ങളെ ഒരു ട്രാൻസ്ലേറ്റർ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഇപ്പം മലയാളം അത് എന്ത് കണ്ടിട്ടാണ്? വിപണി കണ്ടിട്ടാണോ, അല്ലെങ്കിൽ അതിൻ്റെ പുസ്തകത്തിൻ്റെ മെറിറ്റ് കണ്ടിട്ടാണോ, അല്ലെങ്കിൽ ഏതൊക്കെ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്? ഇപ്പം നമുക്കറിയാം, ഇപ്പം ഒരുപാട് പുസ്തകങ്ങൾ വരുന്നുണ്ട്, ചില പുസ്തകങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. ഇപ്പം അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇപ്പം പലരുടെയും നല്ല പുസ്തകങ്ങൾ പലതും വരുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ശ്രദ്ധ കിട്ടാത്ത പുസ്തകങ്ങളും വരുന്നുണ്ട്. അങ്ങനെ പലപ്പോഴും സത്യം ചിലപ്പോൾ താല്പര്യം കൊണ്ട് ചെയ്യുന്നതായിരിക്കും, എടുക്കുന്നതായിരിക്കും. ഞാൻ പേഴ്സണലി ചെയ്യുന്നത്, എനിക്ക് വായിക്കുന്ന സമയത്ത് അത് ട്രാൻസ്ലേറ്റബിൾ ആയിട്ട് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കും. ചില പുസ്തകങ്ങൾക്ക് അത് പോസിബിൾ അല്ല. അത് എൻ്റെ പരിമിതിയാവാം, എൻ്റെ കഴിവാവാം. അപ്പോൾ എനിക്ക് ചില പുസ്തകങ്ങൾ വായിക്കുന്നത് അങ്ങനെ വായിക്കുന്നതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ്റെ കണ്ണോടുകൂടി തന്നെ വായിക്കുമ്പോൾ തന്നെ ഞാനത് ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷിലും കൂടി വായിക്കും. ഇത് പോസിബിൾ ആണെങ്കിൽ മാത്രമേ ട്രാൻസ്ലേഷൻ പോസിബിൾ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് തിരഞ്ഞെടുക്കുന്നതിൽ ഒരു വലിയൊരു മാനദണ്ഡം, എനിക്ക് തിരഞ്ഞെടുക്കുന്നതിൽ ഒരു വലിയൊരു മാനദണ്ഡം അതാണ്. പിന്നെ നമുക്ക് താല്പര്യമുള്ള കൃതികൾ, ചിലപ്പോൾ കൃതികൾ നമ്മളെ തേടി വരും, ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെയാണ് ഈ ഇത് ചെയ്യുന്നത്. ചിലർക്ക് ഞാൻ അത്രയൊന്നും ചെയ്തിട്ടില്ല, കുറച്ച് പുസ്തകങ്ങളെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കുറേ ചെയ്ത ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ജ്യേഷ്ഠയൊക്കെ പലപ്പോഴും പറയാറുണ്ട്, താല്പര്യമുള്ള പുസ്തകങ്ങൾ താല്പര്യപ്പെട്ടിട്ട് തന്നെയാണ് എടുക്കുന്നത് എന്ന് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഓരോരാൾക്കും ഓരോ മാനദണ്ഡങ്ങളുണ്ടാകും. എന്ത് രീതിയിൽ ഉള്ള പുസ്തകങ്ങളാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, ഏതിനോടാണ് അസോസിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള, ഏതോ ഓത്തറുമായിട്ടുള്ള അസോസിയേഷനാണ്. ഓത്തർ എന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ ഓത്തർ എന്ന് പറഞ്ഞ ഒരാളല്ല, എന്ന് വെച്ചാൽ അയാൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഭൂമിക ഉണ്ടല്ലോ, ഒരു ഇമാജിനേറ്റീവ് ഭൂമിക. അതുമായിട്ട് നിങ്ങൾക്ക് ഇതാവാൻ പറ്റുമോ, സമരസപ്പെട്ടു പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാവും. പിന്നെ ഭാഷ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മലയാളത്തിൽ ഇംഗ്ലീഷിലേക്ക് വന്നാൽ അതാവോ. ഇപ്പോൾ ഇൻഡിറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ അങ്ങനെ എല്ലാത്തതും ഇഷ്ടംപോലെ ഉണ്ട്. പലരും ഇൻഡിറക്റ്റ് ആയിട്ട് തുടങ്ങിയിട്ട് ഇംഗ്ലീഷിൽ തുടങ്ങിയിട്ട് മലയാളത്തിൽ വന്ന നമ്മളെ മലയാളത്തിലുള്ള പ്രഗത്ഭരായ പല ട്രാൻസ്ലേറ്റേഴ്സും അങ്ങനെയൊക്കെ ഉണ്ട്. ആദ്യകാലത്ത് അങ്ങനെ അല്ലാതെ ഇംഗ്ലീഷിലൂടെയും പിന്നെ ആ ഭാഷ തന്നെ പഠിച്ചിട്ടൊക്കെ വരുന്നത്. പിന്നെ ഈ പ്രൊമോഷൻ എന്നുള്ള ചിലപ്പോൾ ഞാൻ വിചാരിക്കും അത് സ്റ്റേറ്റിൻ്റെ പ്രൊമോഷൻ. ഇപ്പം നമ്മൾ ചെറിയ രാജ്യങ്ങളിൽ നിന്നുള്ള ബാൽക്കൻ എന്നുള്ള ഒറ്റ പ്രസ്സാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ട്രാൻസ്ലേഷനാണ്. പക്ഷെ അവർ ഭയങ്കര പ്രൊമോഷനാണ് ബാൽക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ബാൽക്കൻ ലാംഗ്വേജസ് എന്നുള്ളത്. അപ്പോൾ ഇസ്ത്രോസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രസ് ഉണ്ട്. ആ പ്രസ് മാത്രമാണ് പ്രസിദ്ധീകരിക്കുന്നത് അവിടെ നിന്നുള്ള പുസ്തകങ്ങൾ. പക്ഷെ അത് അതുപോലെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും അവരുടെ വിസിബിലിറ്റി അറിയിച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആ പുസ്തകങ്ങൾ അവർ തിരഞ്ഞെടുക്കുന്നതിലുള്ള അവരുടെ മാനദണ്ഡങ്ങൾ അവർ പറയുന്നുണ്ട്. എങ്ങനെയാണ് ലോകത്തിനോട് കമ്മ്യൂണിക്കേറ്റ്. ഇപ്പോൾ മുറക്കാമിയേക്കാൾ കഴിവുള്ള അല്ലെ മുറക്കാമിയേക്കാൾ എത്രയോ നല്ല എഴുത്തുകാർ ജപ്പാനിലുണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ മുറക്കാമിക്ക് കിട്ടിയ ശ്രദ്ധ കിട്ടിയിട്ടില്ല. മുറക്കാമി പാലറ്റബിൾ ആണ് വെസ്റ്റേൺ ഓഡിയൻസിന്. അപ്പോൾ അയാളത് രാജ്യത്ത് നിന്ന് അയാൾ മാറി വേറെ പിന്നെ അത് വ്യത്യാസമുണ്ട്. മംഗയും കാർട്ടൂണും ഒക്കെ സൃഷ്ടിച്ച ഒരു ലോകം ജാപ്പനീസ് കൾച്ചറിനോടുള്ള വെസ്റ്റേൺ പ്രതിപത്തി അങ്ങനെയുള്ള പല കാരണങ്ങളും കൂടി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് രാജ്യത്ത് നിന്ന് വരുന്നതെന്നുള്ളതിന് എന്താണ് ഇത്രയധികം. ഇപ്പോൾ ആദ്യത്തെ ടോപ്പ് 10 ലീഗിലുള്ള യൂറോപ്യൻ ഭാഷകളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേഷൻസ് ഉണ്ടെങ്കിലും ആദ്യത്തെ 10 ലീഗ് എന്ന് പറയുന്നുണ്ട്, ഇമ്പോർട്ടൻറ്റ് ലീഗ് എന്നുള്ള. ആ ലീഗിൽ തലപ്പത്ത് നിൽക്കുന്നത് ഫ്രാൻസാണ്. അത് കഴിഞ്ഞ് 40% താഴെയാണ് ജർമ്മൻ നിൽക്കുന്നത്. അങ്ങനെ പല ഭാഷകളും. അപ്പം മെജോറിറ്റി ലാംഗ്വേജസ് ഒരുപാട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഭാഷകളെയാണ് ഈ മേജർ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ യൂറോപ്പിൽ നിന്നുള്ള മറ്റ് നമ്മൾ കേൾക്കാത്ത ചെറിയ എന്ന് വെച്ചാൽ അധികം പുറത്ത് വരാതിരുന്ന ഭാഷകളിൽ നിന്നും ട്രാൻസ്ലേഷൻ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷെ ഒരു കാലത്ത് അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം മുറക്കാമി ജാപ്പനീസ് ട്രാൻസ്ലേഷൻസും അറബിക് ട്രാൻസ്ലേഷൻസും ഈ 10 ലീഗിലുള്ള രണ്ടാമത്തെ ഇതിലേക്ക് സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം ചില ഓഡിയൻസ് അവരുടെ പരിസരത്തു നിന്നും മാറി ഒരു റൈറ്റർ അവരുടെ ലിംഗ്വിസ്റ്റിക് പരിസരത്തു നിന്ന് മാറിക്കൊണ്ട് അവരൊരു ഗ്ലോബൽ റൈറ്റർ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും പ്രാപ്യം, എല്ലാവർക്കും ആക്സസിബിളായ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഴുത്തുന്ന ആരെങ്കിലും. ഇത് ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഹാൻ കാങ്ങിന് വരുന്ന സമയത്ത് 2016 സൗത്ത് കൊറിയൻ ഗവൺമെൻറ് ഒരു ട്രാൻസ്ലേഷൻ പ്രോജക്റ്റ് ചെയ്തു. അപ്പം അന്ന് അത് പ്രസിഡന്റ് തന്നെ അനൗൺസ് ചെയ്തു, നമ്മൾ ഒരു എത്രയോ വർഷത്തിനുള്ളിൽ നൊബേൽ കൊണ്ടുവരും, ലിറ്ററേച്ചറിൻ്റെ നൊബേൽ നമ്മൾ സൗത്ത് ഏഷ്യയിലേക്ക് ഇവിടത്തേക്ക് കൊണ്ടുവരും, സൗത്ത് കൊറിയയിലേക്ക് കൊണ്ടുവരും. പിന്നെ ഭയങ്കര പ്രൊമോഷനായിരുന്നു. ഈവൻ ഡെബോറ സ്മിത്ത്, എൻ്റെ അറിവ് എങ്ങനെയാണ്, തെറ്റാണോന്ന് അറിയില്ല, ഡെബോറ സ്മിത്ത് ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വരുന്നതും കൊറിയൻ ഭാഷ പഠിക്കുന്നതും അവരിത് വായിക്കുക. അപ്പോൾ അന്ന് അവരിത് ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് വലിയ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ബുക്കർ കിട്ടിയ സമയത്ത് അവർ ഈ ട്രാൻസ്ലേഷൻ്റെ സ്റ്റൈല് മാറ്റി, മറ്റേതിൽ ഭയങ്കര സ്പാർസ്, അതിൻ്റെ തീം അങ്ങനെയാണല്ലോ, ഇല്ലാതായി പോകുന്ന ഒരാളാണല്ലോ, എങ്ങനെയെങ്കിലും മാഞ്ഞു പോകണം, ഒരു മരമായി തീർന്നാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരാളുടെ ജീവിതം. അപ്പോൾ അല്ല ഇങ്ങനെ നമ്മൾ ആടയാഭരണങ്ങൾ അഴിച്ചു കളയാന്നുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെ ആ ഭാഷയെ അതുപോലെ തന്നെ സ്പാർസ് ആയിട്ടുള്ള ഭാഷയാണ്, കാച്ചിക്കുറുക്കി സ്പാർസ് ആയിട്ടുള്ള മാത്രം ഒരു തരത്തിലുള്ള എംബലിഷ്മെൻറ്റും ഇല്ലാത്ത ഭാഷയാണ്. പക്ഷേ ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് അത് കുറേയും കൂടി എക്സ്പ്ലനേറ്ററി ആയി, കുറേയും കൂടി ഡിസ്ക്രിപ്റ്റീവായും ചില എറർ ഉണ്ടായിരുന്നു എന്ന് ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നു. പക്ഷെ അതിപ്പോൾ മാറി. ഇപ്പോൾ അവർ നൊബേൽ വന്നപ്പോൾ അവർ അന്ന് ട്രാൻസ്ലേഷനെതിരെ പറഞ്ഞിരുന്ന അവരുടെ ഡെബോറയുടെ ട്രാൻസ്ലേഷന് ഹാൻ കാങ് അവരുടെ കൂടെ തന്നെ നിന്നു. കാരണം ആ ഭാഷയിൽ വന്നാൽ ആവില്ല എന്ന് പറഞ്ഞിട്ട്, അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ആ സ്റ്റൈലിൽ എഴുതിയാൽ ശരിയാവില്ല, മറ്റൊരാൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഇപ്പം അത് സ്വീകാര്യമായി. അതാണ് ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി വായനാക്ഷമതയുള്ള റീഡബിലിറ്റി ഉള്ള സ്റ്റൈൽ ഉണ്ടെങ്കിൽ കടൽ കടക്കും എന്നുള്ള. ഞാൻ പറയാമല്ലോ. ഇപ്പം ഇല്ല, സന്തോഷ് പറഞ്ഞൊരു കാര്യം, ചെറുകഥയുടെ കാര്യത്തിലുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചെറുകഥ മെച്ചപ്പെട്ട കഥകൾ മലയാളത്തിൽ ഉണ്ടായിരുന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമൊന്നുമില്ല. അതിനൊരു വലിയ സാധ്യതയുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. അരുൺ മിത്ര എന്ന് പറയുന്ന ഒരു ബംഗാളി റൈറ്റർ 45 കൊല്ലം മുന്നേ എഴുതിയൊരു കഥ 2022 അമേരിക്കയിൽ ഒരു മാസികയിൽ പരിഭാഷപ്പെടുത്തുകയും അതിന് ഓ ഹെൻറി പുരസ്കാരം ചെയ്യുകയും ചെയ്തു. ദ ഓൾഡ് മാൻ ഓഫ് കുസുംപൂർ എന്ന് പറയുന്ന ഒരു കഥയ്ക്ക് ഓ ഹെൻറി പുരസ്കാരം കിട്ടി. അത് അദ്ദേഹം എഴുതിയത് 45 വർഷം മുമ്പാണ്. അപ്പോൾ എന്നിട്ടും ആ കഥ ലോകത്തിൻ്റെ വായനയിൽ എത്തിക്കാൻ സാധിച്ചു. അപ്പോൾ സാധ്യതയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.
വിപണിയെ മാത്രം നമ്മൾ ആശ്രയിക്കേണ്ടതില്ല എന്നുള്ളത്. കാരണം മൗലികമായ ഒരു പുതിയ സൗന്ദര്യാവേശം, പുതിയ ശൈലി, പുതിയ പരീക്ഷണം, ഇതൊക്കെ ചെയ്യാൻ മലയാള സാഹിത്യകാരന്മാർക്ക് പ്രാപ്തിയുണ്ടോ എന്നുള്ള ചോദ്യം പിന്നെയും ബാക്കി നിൽക്കുകയാണ്. ലോകത്തിൽ ഇപ്പം നമുക്ക് സ്വീകാര്യമല്ലാത്ത, നമുക്ക് മനസ്സിലാവാത്ത, ക്ലേശമുള്ള ഒരുപാട് കൃതികൾ വരുന്നുണ്ട്. അവയൊന്നും ചിലപ്പോൾ നമ്മളുമായിട്ട് സംവേദന നടത്തപ്പെടുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അതിലെന്തോ ഒരു മഹത്വമുണ്ട്. ഇപ്പോൾ യോൻ ഫോസയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും ഓൾഗ ടക്കോവിച്ചിനെ വായിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എന്നാലും അതൊരു പുതിയ ഭാവുകത്വത്തെ, പുതിയ സൗന്ദര്യാംശത്തെ, പുതിയ ആശയാന്വേഷണത്തെ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് എല്ലാ ഭാഷയിലുമുള്ള മനുഷ്യർക്ക് അതിനോടുള്ളൊരു ആദരവ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വലിയ പ്രതിസന്ധി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഫാത്തിമ പറഞ്ഞൊരു കാര്യം ശരിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ട്രൈ ചെയ്തതാണ്. 10 വർഷം കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കൃതിക്ക് നോബൽ സമ്മാനം കിട്ടിയില്ല, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പറ്റും. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, മാർക്കറ്റ് ചെയ്യുന്നത് ആവശ്യക്കാരുള്ള പ്രോഡക്റ്റിനെ മാത്രമായിരിക്കണം. ആവശ്യക്കാരെ തേടിയെത്താനുള്ള സർഗശേഷി നമുക്കുണ്ടോ എന്നുള്ള ചോദ്യം അപ്പോഴും ബാക്കിയാവുന്നു. ഒരു ഭരണാധികാരി വിചാരിച്ചാലും ഒരു സാഹിത്യത്തെ ലോകവായനയിൽ എത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് വളരെ ടെക്നിക്കലായ ഒരു കാര്യം മാത്രമാണ് എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവാം. പ്രിയമുള്ളവർ, ഇവിടെ ഈ സന്തോഷ് കുമാർ പറയുകയുണ്ടായി, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വലിയ ശ്രദ്ധേയമായ ഖസാക്കിനെ പോലുള്ള വലിയ കൃതികളാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ വന്നിരുന്നത്. എന്നാൽ പുതിയ കാലത്ത് വരുന്ന കൃതികളെല്ലാം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സീൻ എന്നൊരു നോവൽ മാതൃഭൂമി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. 2 വർഷത്തോളം 1000 കോപ്പി പോലും വിറ്റുപോയിരുന്നില്ല ആ പുസ്തകം. പക്ഷേ അത് ജയശ്രീ കളത്തിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ട്രാൻസ്ലേഷന് അവാർഡ് ലഭിക്കുകയും ചെയ്തതിനു ശേഷം 8 പതിപ്പോളം ഇപ്പോൾ വിറ്റുപോകുന്നു. സാഹിത്യ അക്കാദമി പുരസ്കാരം വരെ ലഭിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, വിപണി എന്നതിനപ്പുറത്ത് ഒരു കൃതിക്ക് പോപ്പുലാരിറ്റി കിട്ടുന്നതിന് നമ്മൾ ആ കൃതിയെ പരിചയപ്പെടുത്തുകയല്ലേ കൂടുതൽ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള പുരസ്കാരങ്ങളും കൂടുതൽ ആളുകളിലേക്കും അതെത്തപ്പോൾ ഹാൻകാങ്ങിൻ്റെ നോവൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴാണ് വായിക്കാൻ തുടങ്ങിയത് എന്ന വാർത്തയും ഇതിനോട് അനുബന്ധിച്ച് ചേർത്ത് വായിക്കാവുന്നതാണ്. എന്താണ് പറയാനുള്ളത്? ഇതിൽ ചില എനിക്ക് തോന്നുന്നു, ഞാൻ ഈ പുതിയ കൃതികളുടെ ഒന്നും പേര് പറഞ്ഞിട്ടില്ല. അങ്ങനെ ട്രാൻസ്ലേഷൻ ആരാ, എനിക്കൊന്ന് ജയശ്രീ എല്ലാം തോന്നുന്നുണ്ട്, അറിയില്ല. ഈ പുസ്തകം അറിയില്ല, അതായത് ട്രാൻസ്ലേഷൻ എഴുതിയിട്ടുള്ള അങ്ങനെ ഒരു പേര്. ഞാൻ ഖസാക്കിൻ്റെ ഉദ്ദേശം ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. പുറത്ത് പോയതുകൊണ്ട് മാത്രം നമ്മുടെ നാട്ടിൽ ശ്രദ്ധിക്കപ്പെടുമോ? അങ്ങനെ അറിഞ്ഞൂടാ, സാധ്യത ഉണ്ടാവണമെന്നില്ല. പുറത്തു പോയതുകൊണ്ടല്ല ഖസാക്കിൻ്റെ ഇതിഹാസം ശ്രദ്ധിക്കപ്പെട്ടത്. ഈ ചോദ്യം എനിക്ക് അങ്ങനെ ഒരു ക്ലാരിറ്റി ഒന്നും കിട്ടിയില്ല എനിക്ക്. അതെ, വിൽപ്പനയുടെ ഒരു പരിഗണനയുള്ള കാര്യമല്ലെന്ന്. വിൽപ്പനയ്ക്ക് പലതും കൊണ്ടും വിൽപ്പന സംഭവിക്കാം. അത് പുതിയ തരം മാർക്കറ്റിങ്ങിലൂടെ വിൽപ്പനയല്ല, വായനക്കാരുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ അത് സുധീരൻ, ഇപ്പൊ ഈ ഫിറ്റ്സ് ഗെറാൾഡോ എന്നുള്ള പബ്ലിഷേഴ്സ് ഉണ്ട്, മറ്റേ ബ്രിട്ടീഷ് പബ്ലിഷേഴ്സാണ്. ഇവര് കവർ പോലും ഒരേ നീല കളറിൽ അടിക്കുന്ന കവറാണ്. 10-15 കൊല്ലമായിട്ട് അവർ ഇതിലുള്ളൂ. ഒട്ടും വായിക്കപ്പെടാത്ത 3000-2000 കോപ്പി അവർ അടിക്കുന്നത്. പക്ഷേ ഈ 15 കൊല്ലത്തിന് 4 നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. എഴുത്തുകാരന്റെ ചിത്രമില്ല, ഇൻഫർമേഷൻ ഇല്ല, ബുക്കിനെ കുറിച്ച് ഇൻഫർമേഷൻ. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ പോപ്പുലർ ആയിട്ടുള്ള റൈറ്റേഴ്സ്, ഇൻക്ലൂഡിങ് ഈ പറഞ്ഞ ഗോൾഗയൊക്കെ അടക്കമുള്ളവർ, ഇവർ പബ്ലിഷ് ചെയ്യാൻ സാധ്യതയുണ്ടോയെന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിപണി ഒരു ഘടകം മാത്രമേ ഉള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ കേരളത്തിൽ നിന്ന് ഇപ്പോൾ എത്ര പുസ്തകം പോകുന്നു, നല്ലതാണ്. അത് മറ്റേ പുറത്ത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര റീച്ചൊന്നും കിട്ടുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഷീലേക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്, അവർക്ക് അറിയാമായി കൂടുതൽ അറിയാൻ സാധ്യതയുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്കതില്ല, അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇവിടെ ഒരാൾ രണ്ട് മിനിറ്റ് ഇവിടെ തന്നെ കാണും. സ്റ്റീഫൻ കിങ് ആക്ച്വലി എഴുത്തിനെ കുറിച്ച് പറയുന്നത് എഡിറ്റർ ഈസ് ഓൾവേസ് റൈറ്റ് എന്നാണ്. അപ്പം ഇപ്പോൾ ഒരു സ്കെയറി കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ എഡിറ്റർ. അത് എന്തുകൊണ്ടാണ് ഒന്ന് വിശദീകരിക്കാമോ? എന്തുകൊണ്ടാണ് ഇവിടെ എഡിറ്റേഴ്സ് ഇല്ലാത്തത്? മലയാളത്തിലെ കാര്യമല്ലേ? മലയാളത്തിൽ പണ്ട് എഡിറ്റർ ഉണ്ടാവാത്തതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എഡിറ്റർ വേണ്ട തീരുമാനിച്ച എഴുത്തുകാരാണ്. കാരണം അവരിൽ കൈവെക്കുന്നത് അവർക്ക് ആർക്കും ഇഷ്ടമല്ല.
പിന്നെ ഇപ്പോൾ എഡിറ്റർമാർ നമ്മൾ ഇപ്പോൾ മലയാളത്തിലെ സംബന്ധിച്ച് എഴുത്തുകാരെന്ന് പറഞ്ഞാൽ പ്രൂഫ് റീഡേഴ്സിന് എഡിറ്ററാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാലം കൂടിയാണത്. അത് വലിയ തെറ്റാണത്. സോ ഇനി അത് തിരിച്ചു വരണം. എഡിറ്റർമാർ ഇപ്പം എനിക്കറിയില്ല, ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് പറയില്ല, എഴുതിയ കൃതികളിൽ എത്രമാത്രം മറ്റുള്ളവർ ഇടപെടാൻ ഇവർ സമ്മതിക്കും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അതേ കൃതികൾ ഇംഗ്ലീഷിൽ പോകുമ്പോൾ ഇടപെടാൻ സമ്മതിക്കും. കാരണം അതിനെക്കുറിച്ച് വലിയ ധാരണക്കുറവില്ലാത്തതുകൊണ്ട് മറ്റേയാൾ കൂടുതൽ അറിവ് എനിക്കില്ല എന്നുള്ള ധാരണ പലരും എന്നോട് പറഞ്ഞിട്ട്, MT എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ഇംഗ്ലീഷ് കൃതികളെക്കുറിച്ച് തിരിച്ചു വന്നതിന് ശേഷം അത് ഞാൻ എഴുതിയത് തന്നെയാണോ എന്ന് ഒത്തുനോക്കാനോ അല്ലെങ്കിൽ തീർച്ചപ്പെടുത്താനുള്ള കഴിവ് എനിക്കില്ലാതെ ഞാൻ അതിനെക്കുറിച്ച് ബോധമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ബോധറേഷൻ ഇല്ലായ്മ കൂടി ഒരു വലിയ കാര്യമാണ്. ബോധറേഷൻ ഇല്ലാതായിരിക്കണം. കാരണം മറ്റൊരാൾ അതിൻ്റെ സർഗശേഷി, ഇപ്പോൾ പെൻകിനെ പോലെ കമ്പനിയുടെ എഡിറ്റർ എന്ന് പറയുന്ന ആൾ സാഹിത്യം മനസ്സിലാക്കിയ ആളാണെന്നും എൻ്റെ സാഹിത്യത്തിൽ സൂക്ഷ്മമായി വായിച്ച് അതിനെ മെച്ചപ്പെടുത്താനുള്ള ഒരു തയ്യാറെടുപ്പാണെന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. അത് മലയാള സാഹിത്യത്തിൽ മലയാള എഡിറ്റർമാർക്ക് ഇനി അത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. MT വാസുദേവൻ നായർ പത്രാധിപരായിരിക്കുമ്പം അദ്ദേഹം വാക്കുകളും വാചകങ്ങളും ചില തലവാചകങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അദ്ദേഹം വളരെ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൂടെ ആ കൃതികൾക്ക് വലിയ പുതുജീവൻ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇന്ന് അത്തരം എഡിറ്റർമാർ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഒരുപക്ഷെ എഴുത്തുകാരെല്ലാം കൂടി തീരുമാനിച്ചിട്ടാൽ മാത്രമേ ഇനി മലയാളത്തിൽ എഡിറ്റർ കിട്ടുക എന്ന് പറയുന്നതും വലിയ പ്രശ്നമാണ്. കാരണം അത് ഒരു ക്രിയേറ്റീവ് ആർട്ടാണ്. അതിനുള്ള കഴിവുള്ളവരുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. പക്ഷേ ഇവർ ഇംഗ്ലീഷിലേക്ക് പോകുമ്പം മലയാള കൃതികൾ ഇന്ത്യക്കകത്ത് തന്നെ ആയാൽ പോലും ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, മറ്റ് ഭാഷകളിലെ എഴുത്തുകൾ, ഇപ്പോൾ തമിഴ്നാട്ടിലെ എഴുത്തുകാർക്ക് ഷീല ടോമിയുടെ പുസ്തകം വായിക്കണമെങ്കിൽ ഹിന്ദിയിലെ എഴുത്തുകാർക്ക് സന്തോഷ് കുമാറിൻ്റെ എഴുത്ത് എങ്ങനെയുണ്ടെന്ന് അന്വേഷണമെങ്കിൽ അതിന് സാധ്യത ഒരുങ്ങുന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ചെറിയ രീതിയിലെങ്കിലും ഇംഗ്ലീഷിലേക്ക് പോകുമ്പം ഫാത്തിമയ്ക്ക് അറിയുന്നത് പോലെ ഇംഗ്ലീഷ് എഡിറ്റേഴ്സ് ഈ ട്രാൻസ്ലേറ്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൽ ചില എഡിറ്റിംഗ് വർക്കുകൾ കാര്യമായി നടത്തുന്നുണ്ട്. അപ്പോൾ അത് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ കൃതിയിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്ന് ഈ പ്രതിസന്ധി മനസ്സിലാക്കാനുള്ള സാഹചര്യത്തെ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് മലയാള സാഹിത്യത്തിന് വന്ന വലിയൊരു ദോഷം എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇതിനോടൊന്നും ഒരു സെക്കൻഡ് കൂടി ആഡ് ചെയ്യാണ്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ മികച്ച എഡിറ്റർമാർ വരണം. എന്നാലേ മികച്ച എഡിറ്റർമാർ, മികച്ച വായനക്കാർ, അതിനുള്ള ശേഷിയുള്ള ആളുകൾ കേരളത്തിൽ വരണം. അവർ നിൽക്കണമെങ്കിൽ അതിനുള്ള സാമ്പത്തികമായിട്ടുള്ളൊരു സാധ്യത അതുണ്ടാവുന്നില്ല. ഇനി എൻ്റെ എൻ്റെ ഒരു കഥ 2001 ഇന്ത്യ ടുഡേക്ക് അയച്ചു കൊടുത്തപ്പോൾ സുന്ദർദാസ് പറയുന്ന എഡിറ്റർ 2-3 സെൻറ്റൻസ് അവിടെ നിന്ന് ഇവിടുന്ന് മാറ്റിണ്ടായി. മാറ്റിയോട് കൂടിയിട്ട് ഈ കഥ ഭൂതകാലത്തിൽ എഴുതപ്പെട്ടൊരു കഥയായിരുന്നു. അത് 3 അന്ധന്മാർ ആനയെ ഇരിക്കുന്ന കഥയാണ്. ഈ കഥ വർത്തമാനകാലത്തിലേക്ക് മാറുകയും അതിന് വലിയൊരു വ്യത്യാസം സംഭവിക്കും. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മികച്ച എഡിറ്ററുടെ സാന്നിധ്യം തീർച്ചയായിട്ടും നമ്മൾ സമ്മതിക്കും. പക്ഷെ അത് നടക്കുന്നില്ല എന്നുള്ളത് അത് വിപണിയുടെ ഒരു പ്രശ്നം തന്നെയാണ്. ഈ ആശാവഹമായിട്ടുള്ളൊരു കാര്യം, അത് എത്രമാത്രം നടക്കുന്നുണ്ടോ എന്നറിയില്ല. സുധീർ ശ്രദ്ധിച്ചിട്ടുണ്ടല്ല, ചില എഴുത്തുകാരെങ്കിലും ഇപ്പോൾ അപൂർവമായിട്ട് എഡിറ്റിംഗ് ഏൽക്കുന്നുണ്ട്. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൃതിയിൽ ചെറിയ തോതിലെങ്കിലും ഒരു ചെറിയ പണിക്കുറ്റങ്ങൾ തീർത്തു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം ഇനി മുന്നോട്ട് പോകും എന്ന് അറിഞ്ഞുകൂടാ. വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് എഡിറ്റിംഗ് എന്നുള്ളത്. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി. എന്തായാലും ഒരു ചെറിയ കാര്യം കൂടെ പറയാണ്. ഇതിൻ്റെ കൺക്ലൂഷൻ, കൃത്യമായ കൺക്ലൂഷനൊന്നുമില്ല. സർഗാത്മക കൂടുതൽ നന്നായി എഴുതുകയും കൃത്യമായ തരത്തിലുള്ള ട്രാൻസ്ലേഷൻസ്, ഇപ്പം വളരെ കുറച്ച് കാലം മുമ്പ് റസ്കിൻ ബോണ്ടിൻ്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിജയ് ജെയിംസിൻ്റെ ഒരു മിനിസ്ട്രി ട്രാൻസ്ലേറ്റ് ഒരു ബുക്കിൻ്റെ പേരും കൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിൽ നല്ല ട്രാൻസ്ലേഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്കും കൂടുതൽ വായനക്കാരിലേക്കും കൂടുതൽ ലോകത്തിലേക്കും എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സെഷൻ ഞാൻ അവസാനിപ്പിക്കാം.